പെങ്ങളെ, തീ പിടിച്ചിട്ടുണ്ട്, ഓടി രക്ഷപ്പെട്ടോളൂ. ഫയർ ഇവാക്യുവേഷൻ ഏതൊരു മോഡേൺ നഗരത്തിൻ്റെയും പ്രത്യേകത ഫയർ സേഫ്റ്റി ബിൽഡിങ്ങുകൾക്ക് ഉണ്ടാവും അല്ലേ? നമ്മളൊക്കെ സ്കൂളുകളിൽ, ഗൾഫ് നാട് ഇവിടെ ഉണ്ടായിരിക്കാം, ഒരു മിനിമം ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഫയർ ഇവാക്യുവേഷൻ ട്രെയിനിങ്, ഒരു ട്രയൽ റണ്ണിങ്, വെറുതെ ഒരു ബെല്ലടിപ്പിച്ചിട്ടെങ്കിലും ഫയർ ഉണ്ടായാൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് മക്കളെ പഠിപ്പിക്കും. തീ പിടിച്ചാൽ അതിനപ്പുറം വേറെ വിഷയമില്ലല്ലോ, ഓടി രക്ഷപ്പെടണ്ടേ, അത് ഓടാനുള്ള വഴി. പിന്നെ ജീവനെ പേടിയുള്ള ആളുകൾ وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ سبحان الله الحريق ابن رسول الله النار رسول الله ന്റെ മോനെ, ഞാൻ പേരക്കുട്ടി ഹുസൈൻ അലി ഇബ്നു ഹുസൈൻ എന്നവരെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സുജൂദിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ കിടന്ന് തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, മല്ലദി അൽഹാക അൻഹാ, എന്തേ നിങ്ങൾ ഓടാതിരുന്നത്? എല്ലാവരും ഓടിയത്, നിങ്ങൾ എന്തേ ഓടാതിരുന്നത്? അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ തീയിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്, പിന്നെ എനിക്ക് ഓടാൻ തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു മറുപടിയാണ്. ഞാൻ തമാശയിൽ പറയാറുണ്ട്, നിസ്കരിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ അല്ല ഐഫോൺ എക്സ് ഒക്കെ മുമ്പിൽ മുസല്ലിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന ആൾക്കാരെ, ആ ഫോൺ എടുത്തെടുത്ത് ഓടിയവൻ പിന്നാലെ ഓടൂലേ? ആ തക്ബീറിന് അത്രയ്ക്കല്ലേ ഉറപ്പുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്നാൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെരുപ്പൂരി വരുന്നത്. പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പിട്ട് പള്ളിക്ക് വരുമ്പോഴേ എല്ലാ തവക്കലിൻ്റെ റബ്ബേ തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ ഹുത്തുബ ഓതുന്ന ഉസ്താദിൻ്റെ ചെരുപ്പ് വരെ കട്ടുകൊണ്ടുപോകണം. അപ്പം നമ്മളെ തവക്കുലാക്കിയ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പോരുന്നുണ്ട്. അത്ര തവക്കുലാക്കി പേഴ്സ് അവിടെ വെച്ച് പോരും, നമ്മൾ പോരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ സംഭവം വലിയ വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്ത് കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ. അങ്ങനെ പേഴ്സ് അയച്ചു പോരെന്നല്ല ഞാൻ പറഞ്ഞതേ, അതിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉറപ്പ്. പുതിയ വണ്ടിയാണെങ്കിൽ പിന്നെ ദിക്റൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ പഴയ 980 മോഡലാണെങ്കിൽ യാസീൻ ഓതിയിട്ടാണ് പിന്നെ പോവുക. അപ്പം നമ്മളൊരു ഭൗതികതയിലേക്ക് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട്, സ്വാഭാവികമായി ഇങ്ങനെയാണ്. ഇല്ലെന്നാണ്. അസ്ബാബുകളൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്, പക്ഷേ പ്രാർത്ഥന അതുമായി ബന്ധിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഏത് നേരവും എപ്പോഴും അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ ആ നരകത്തിൻ്റെ തീയാണ് ഞാൻ ഓർത്തുപോയത്, അതുകൊണ്ട് എനിക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവേ, നമുക്കൊക്കെ അങ്ങനെ ഒരു നിസ്കാരത്തിൻ്റെ ആനന്ദം നൽകണേ തമ്പുരാനെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്നഹ്, പണ്ഡിതന്മാരെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുടെ നേതാവാണെന്ന് ഹബീബ് പറഞ്ഞ സ്വഹാബിയാണ് 34 വയസ്സിൽ വഫാത്തായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നത്തി ബിറത്വത്തി ഹജരിൻ എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞ സ്വഹാബി. നിസ്കാരത്തിലെ മനുഷ്യന്റെ അലംഭാവം, എന്നാൽ അതിൽ കാണിക്കേണ്ട ആ മധുരമറിയേണ്ട വിധം നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടി മഹാനായ മുആദ് എന്നവർ പറഞ്ഞൊരു ഉപദേശമുണ്ട്. അതൊരു വല്ലാത്ത ഉപദേശമാണ്. മൻ അറഫ മൻ അലാ യമീനിഹി വമൻ അലാ ശിമാലിഹി വഹുവ ഫിസ്വലാത്തി മുതഅമ്മിദൻ ഫലാ സ്വലാത ലഹ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആരാ എൻ്റെ വലതുഭാഗത്തുള്ളത്, ആരാ എൻ്റെ ഇടതുഭാഗത്തുള്ളത്? നമ്മൾ ഒറ്റക്കായിരുന്നു, ഇപ്പുറത്തൊരാൾ വന്ന് ചേർന്നു, ആ ചേർന്ന വന്ന ആൾ ആരാണ്? ഇത് മനഃപൂർവ്വം നമ്മൾ നമ്മുടെ സൈഡിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണെങ്കിൽ ഫലാ സ്വലാത ലഹ്, ആ നിസ്കാരത്തിന് അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് അഴിച്ചുപണി ചെയ്യേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അതിലൊരു യോഗാഭ്യാസത്തിനൊക്കെ എന്താ കോൺസെൻട്രേഷൻ. ആ കാലും മടക്കിയുള്ള ഇരുത്തൊക്കെ ഇരിക്കണ കണ്ടാൽ സുബ്ഹാനല്ലാഹ്. ട്രെയിനർ പറയാം, 1/2 മണിക്കൂർ ഈ നൃത്തം നിൽക്കണേ കണ്ണു പൂട്ടിയിട്ട്, അവിടെ ഇരിക്കും 1/2 മണിക്കൂർ, ഒരു ചിന്തയും വരൂല. നിസ്കാരത്തിൽ ഇരുന്ന് നോക്കി എന്തൊക്കെ കഥ വരും, എന്തൊക്കെ. അബൂ ഹനീഫ തങ്ങളുടെ കഥ പണ്ട് ചരിത്രം പറയാറുണ്ട്, നമ്മളൊരിക്കൽ അനുസ്മരിച്ചതാണ്. എന്നാലും അബൂ ഹനീഫ തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറയാണ്, ഇമാമേ, ഞാൻ എൻ്റെ കാശ് ഭൂമിയിൽ എവിടെയോ കുഴിച്ചിട്ടിരുന്നു. പണ്ട് നിധികളാണല്ലോ, ആ കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി, ഒരു പരിഹാരം.
മഹാനവറുകൾ പറഞ്ഞു, ഇതൊന്നും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല. കർമ്മശാസ്ത്ര പണ്ഡിതന മഹാനായ അൽ ഇമാമുൽ ആദം അല്ലേ. പക്ഷെ മഹാൻ പറഞ്ഞു, എന്നാലും റസൂലുള്ളാഹി തങ്ങൾ ഇദാ ഫസഅഹു അംറുൻ ഹസബ ഇല സ്വലാ അല്ലേ, ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇല സ്വലാ, ഹബീബായ തങ്ങൾക്കൊരു പ്രയാസം വന്നാൽ നബി നിസ്കരിക്കാറ്. നീ പോയിട്ട് 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന രാത്രി, 2ാമത്തെ റക്അത്തിൽ ഇവന് ഓർമ്മ വന്നു എന്നാ, അപ്പോഴും കൈയഴിച്ചു കൂടിയെന്ന. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇമാമിനോട് ചെന്ന് പറഞ്ഞു, സമാധാനം സന്തോഷം അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞത് നടന്നു. ഇമാം പറഞ്ഞു, എനിക്കറിയാമായിരുന്നടോ, ജന്മത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാത്ത നിന്നെ അതിൻ്റെ മധുരം അറിഞ്ഞാൽ നീ നിർത്തൂല എന്ന് ഇബ്ലീസിനറിയാം, അതുകൊണ്ട് അവൻ വന്ന് ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ പോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമും മിൻ ഉലമാഇ സ്വഹാബ, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിയും മഹാനായ റബീഉ ഇബ്നു ഖുസൈം തങ്ങളെ പോലെയുള്ള പ്രഗൽഭരായ താബിഈങ്ങളുടെ ഉസ്താദുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മാ ദുംത ഫീ സ്വലാത്തിൻ ഫഅൻത തഖറഉ ബാബൽ മലിക്, പ്രാർത്ഥനാ നിബദ്ധമായ മനസ്സുമായി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ, തക്ബീറിന്റെ പ്രത്യേകത അല്ലാഹു അക്ബർ, നമ്മുടെ അല്ലാഹുവേ നീയാണ് വലിയവൻ, ബാക്കിയൊക്കെ ബാക്കിലാണ്, ഈ തട്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ. തട്ടണം എന്നല്ല പറയണത് കേട്ടോ, അതിൽ അങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് മഹാന്മാർ പറയും. അതിൻ്റെ ഒരു സിറതാണ് അല്ലാഹു അക്ബർ. റബ്ബേ നീ വലുതാണ്, നീ അല്ലാത്തതൊക്കെ ചെറുതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത്. നമ്മളെങ്ങാനും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയിൽ കയറുമ്പോൾ തഖറഉ ബാബൽ മലികി, രാജാവിൻ്റെ അള്ളാഹുവിൻ്റെ രാജാധികാരത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ കൊട്ടാരവാതിലാണ് നമ്മൾ മുട്ടുന്നത്. വമൻ ഖറഅൽ ബാബ യുഫ്തഹു ലഹു, ആ വാതിൽ മുട്ടുന്നവർക്ക് തുറക്കപ്പെടും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ. രാജാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലാവട്ടെ, മസ്ജിദിലാവട്ടെ, എവിടെയാവട്ടെ. അതുകൊണ്ടാണ് അലക്സിസ് കാർലൽ എന്ന് പറയുന്ന ദ അൺനോൺ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവൻറ്റ് സീൻ എനിത്തിങ് ഇൻ മെഡിസിൻ മോർ പവർഫുൾ ദാൻ പ്രയർ. അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയാ, എത്രയോ രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ശിഫയാവാത്ത രോഗികൾ പ്രാർത്ഥന കൊണ്ട് ശിഫയായിട്ടുണ്ട്. അദ്ദേഹം പറയാം, പ്രാർത്ഥനയോളം പവർഫുള്ളായ ഒരു മെഡിസിൻ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അലക്സിസ് കാർലൈൽ, അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു കരുത്തുണ്ടെന്നാണ്. ശബ്ദം കൊണ്ട് ചികിത്സയുണ്ട്. ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു പരിപാടിക്ക് സംസാരിച്ചിരുന്നു. ആൽഫ്രഡ് ടൊമാറ്റിസ് ആണത് കൊണ്ടുവന്നത്. ലോകത്താദ്യമായി സൗണ്ട് ഹീലിംഗ്, ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ഏത് രോഗിക്കും ശരീരത്തിന് പ്രതിരോധം, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പ്രകൃതിദത്തമായ ശബ്ദം, നല്ല ശബ്ദം, അവര് ചിലപ്പം ചില മ്യൂസിക് കൊടുക്കും. നമ്മുടെ ഡോക്യുമെൻ്ററി പ്ലേ ചെയ്തു, ആ മ്യൂസിക്കും പാട്ടൊക്കെ മുട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണേ ഇൻഷാ അല്ലാഹ്. അത് ശരിയായിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ്, പക്ഷെ അതും കൂടെ അതിൻ്റെ ആളുകളൊന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. പ്രകൃതിദത്തമായ ശബ്ദം, അതായത് സസ്യലതാദികൾക്കിടയിലൂടെ കാറ്റിൻ്റെ ശബ്ദം, പക്ഷികളുടെ കളകൂജനം, അരുവികളുടെ മനോഹരമായ ശബ്ദം. അതൊക്കെ പറയണേ. ഇപ്പോൾ ഓണം വിളിസ്ഥാനം വേണം അതിൻ്റെ ഒറിജിനൽ മലയാളം കിട്ടണമെങ്കിൽ. എനിക്ക് എന്താ പറയലെന്ന് അറിയില്ല. വളരെ മനോഹരമാണ്. എനിക്ക് പുകഴ്ത്തി പറയാ എന്ന് തോന്നുന്നു. മലയാള ഭാഷയുടെ ഒരു ഭംഗി ഒന്ന് സമദാനി സാഹിബിൻ്റെയും ഓണംപള്ളി ഉസ്താദിൻ്റെയും ആ സംസാരം കേട്ടാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ സ്വന്തം ഭാഷയ്ക്ക് ഇത്ര മധുരമുണ്ടോ? അതും വേദ പറയുമ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അല്ലേ, ഒരു കവിതാലാപനമൊന്നും അല്ലല്ലോ, പക്ഷെ വളരെ വടിവത്ത ഭാഷ. മാഷാ അല്ലാഹ്. സംസ്കൃതത്തിൽ PG എടുത്തൊരു മഹാനാണ് ഓണംപള്ളി ഫൈസി ഉസ്താദ് അവറുകൾ. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമുക്കൊരു വലിയ തൗഫീഖാണ്. സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വളരെ മനോഹരമായ പ്രകൃതിയിലെ ശബ്ദം, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു രോഗിയെ കേൾപ്പിച്ചാൽ ആ രോഗിക്ക് രോഗം ശിഫയാകുന്നുണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ എന്ത് മണ്ടത്തരം പറയണം തോന്നിപ്പോകും. ഇത് ലോകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്ന ചികിത്സയാണ്. സൗണ്ട് ഹീലിംഗ് എന്നാ പറയാം. അൽ ഇലാജു ബിസ്സൗത്ത്, ശബ്ദം കൊണ്ടുള്ള ചികിത്സ.
وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അല്ലാഹു തആല പറയാം, وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ. സത്യവിശ്വാസികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളിലൂടെ കരുണയും ചികിത്സയും ഞാൻ നൽകുന്നുണ്ട്. നുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആൻ മൊത്തത്തിൽ, തബ്ഈദിന്റെ മിന്നല്ലത്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ മുഴുവൻ ചികിത്സയാണ്. മനസ്സിന്, ശരീരത്തിന്, ആത്മാവിന്, രോഗത്തിന്, എല്ലാറ്റിനുമുള്ള ചികിത്സയാണ്. അത് പറഞ്ഞപ്പോഴാണ് മുസ്ലിമീങ്ങളായ ചില സയന്റിസ്റ്റുകൾ എന്നാ പിന്നെ സൗണ്ട് ഹീലിംഗ് ഖുർആൻ കൊണ്ടങ്ങ് ചെയ്താൽ എന്താ? എത്രയോ ആളുകൾക്ക് ബ്ലഡ് ക്യാൻസർ വന്ന ആളുകൾക്ക് റൂം അടച്ചു വെച്ചൊരു ഖുർആൻ MP3 നിരന്തരം പ്ലേ ചെയ്ത് 2 ആഴ്ച 3 ആഴ്ച. എനിക്ക് ഓർമ്മയുള്ളൊരു സംഗതി കൂടി ഉണ്ട്. നമ്മുടെ ദുബൈ ഹോസ്പിറ്റലിൽ, നമ്മുടെ എടപ്പാളിൽ ഒരു ചെറുപ്പക്കാരൻ അത്യാസന്ന നിലയിൽ, ബറാഹ ഹോസ്പിറ്റലിൽ ദുബൈയിൽ അദ്ദേഹം ഉണ്ടായ സമയത്ത് സന്ദർശിക്കാൻ അവസരമുണ്ടായിരുന്നു. ഡോക്ടർമാരൊന്നും ഫ്ലൈറ്റിൽ അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റിൽ, നാട്ടിൽ 23-24 വയസ്സായിരുന്നു. പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരു അസുഖം, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു ചികിത്സ ചെയ്ത് നോക്കുകയാണ്, നിങ്ങൾ സമ്മതിക്കണം, കുഴപ്പമൊന്നുമില്ല എന്ന്. റൂമിൽ അവരൊരു സ്ക്രീനുണ്ട്, ഖുർആൻ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 10 ദിവസം കൊണ്ട് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നടന്നു എന്നതാണ് അത്ഭുതം. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. അത് ദൈവത്തിൻ്റെ നാട്ടിലേക്ക് വന്നു. ഇപ്പം എന്താ കഥ എന്ന് എനിക്കറിയില്ല, കല്യാണം കഴിയാനിരിക്കുക, അങ്ങനെ എന്തൊക്കെയോ വലിയൊരു വിഷമമുള്ളൊരു ചെറുപ്പക്കാരന് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആയിരക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു ആഖിറ നന്നാക്കി കൊടുക്കട്ടെ. ആമീൻ. അതൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ ചെയ്തു നോക്കി. ചികിത്സ പലതും ചെയ്യാം. അലോപ്പതി കൊണ്ട് മാറാത്തവർക്ക് ഹോമിയോ കൊണ്ട് മാറിയെന്ന് വരും, അല്ലാത്തവർക്ക് യുനാനി കൊണ്ട് മാറിയെന്ന് വരും, അല്ലെങ്കിൽ വല്ല നാടൻ മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും, അല്ലെങ്കിൽ റുഖിയ കൊണ്ട് മാറിയെന്ന് വരും. ഖുർആൻ എന്തായാലും ചികിത്സിക്കണം. ബാക്കി ഡോക്ടർ കണ്ടോളൂ, അതിന് കുഴപ്പമില്ല. തദാവോ യാ ഇബാദല്ലാഹ്, അള്ളാഹിന്റെ പടപ്പുകളെ നിങ്ങൾ രോഗത്തിന് ചികിത്സിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ വചനങ്ങളിലുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളിൽ ചികിത്സയുണ്ട്, ദുആകളിൽ ചികിത്സയുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് തങ്ങൾ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലുണ്ടല്ലോ, മുത്തുനബി തങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എവിടെയാണോ വേദന വരുന്നത് ആ വേദന വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ വലത് കൈ വെക്കാൻ കഴിയുമെങ്കിൽ ആ കൈ വെച്ചിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ, അല്ലാഹുവേ എനിക്ക് അനുഭവിക്കുന്ന പ്രയാസവും വേദനയും നിന്റെ പരിശുദ്ധമായ ഇസ്സത്തിനെ മുൻനിർത്തി ഞാൻ ആ വേദനയ്ക്ക് നിന്നോട് ശമനം ചോദിക്കുന്നു റബ്ബേ എന്ന് 7 പ്രാവശ്യം ചോദിച്ചാൽ, ഒരു രോഗിയുടെ തലയിൽ കിടക്കുന്ന ഒരു രോഗി, ആ രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് 7 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അതുകൊണ്ട് ശിഫ കിട്ടും, ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദാ മുജറബ്, സ്വഹാബികൾ പറയാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണിത്. നമ്മൾ ഡോക്ടറെ കണ്ടോളൂ, എന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം അവിടെ മറന്നു പോകല്ലേ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ. നമ്മുടെ രോഗിയാണ് ഏറ്റവും നല്ലത്. അത് കഴിയില്ലെങ്കിൽ ഒരാൾ ഓതി കൊടുക്കുക, ഇല്ലേ ഒരു MP3 പ്ലേ ചെയ്യുക, റെക്കോർഡ് ചെയ്തത് കേട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്ന നൃത്തമാണത്. സ്രഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നൽകിയ അംഗവിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യുതനായ അള്ളാഹുവേ, ഞാൻ നിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ, റബ്ബേ നീയല്ലാത്ത മറ്റെല്ലാം ചെറുതാണ്, നീ മാത്രം വലുതാണ്, ഏറ്റവും വലിയവനാണ്, അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ മാത്രമാണ് അല്ലാഹു അക്ബർ എന്ന് പറയാം. അള്ളാഹുവിന്റെ പേരിൽ അക്ബർ ഇല്ല. അള്ളാഹുവിന്റെ പേര് കബീറാൻ, കാരണം ബാക്കിയൊക്കെ ചെറുതാണ്, അള്ളാഹുവാണ് വലുത്. ഏറ്റവും വലുതെന്ന് പറയുന്നത് അള്ളാഹുവേ. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ, ജോലികൾ ചെയ്തു തീർക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ ആ ജോലികളെക്കാളൊക്കെ വലുത് അള്ളാഹുവേ നിന്റെ വിഷയമാണ്. അതാണ് നമ്മൾ അക്ബർ എന്ന പ്രയോഗം. അത് കമ്പാരിറ്റീവ് സൂപ്പർലറ്റീവ് പ്രയോഗമല്ലേ, അഫ്ളലു തഫ്ളീൽ എന്നല്ലേ പറയാ. അല്ലാഹു അക്ബർ, റബ്ബേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ അള്ളാഹിന്റെ വിഷയം ഏറ്റവും വലുതാണെന്ന്?
മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിക്കത് സാധ്യമാകാതെ ആ മഹാനുഭാവൻ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം തുർക്കിക്കാരനായിരുന്ന മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ ദൗത്യമേറ്റെടുത്ത് 12,000 സൈന്യവുമായി 3.5 ലക്ഷം വരുന്ന സൈന്യത്തോട് അദ്ദേഹം അർമീനിയയുടെ ഭാഗത്ത് പടപൊരുതുമ്പോ മഹാനായ ആ പണ്ഡിതനോട്, ആ മഹാനായ നേതാവിനോട്, അലബ് അർസലാൻ തങ്ങളോട്, തുർക്കി നാമമാണത്, ധൈര്യമുള്ളവൻ ധീരൻ എന്നാണ് ആ വാക്കിനർത്ഥം, അർസലാൻ. മഹാനായ അലബ് അർസലാൻ തങ്ങളോട് അന്നത്തെ പ്രഗത്ഭനായ ആലിം ഒരു വാക്ക് പറഞ്ഞു, അലബ് അർസലാൻ, നിങ്ങൾ പിന്മാറുകയാണോ? നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ യുദ്ധം ചെയ്താൽ മരിച്ചു പോകുമെന്ന് പേടിച്ചോടുകയാണോ? ഇവിടുന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ നിങ്ങൾക്ക് മരണം വരില്ലയോ? നിങ്ങൾക്ക് ഈ ലോകത്തെ നിന്ദയും പരലോകത്തെ നരകവുമാണോ വേണ്ടത്? ചില ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട്, നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? 3.5 ലക്ഷം വരുന്ന അർമാനൂസ് എന്ന് പറയുന്ന റോമൻ രാജാവിനോടുള്ള യുദ്ധമാണത്. ചിലർക്ക് പറഞ്ഞു, വെറുതെ അല്ലേ, എന്തിനീ 12,000 കൊണ്ടുപോയി കുരുതി കൊടുക്കണം, നമുക്ക് പിന്തിരിയാം. ആലിം ചോദിച്ച ചോദ്യമാണ്. അലബ് അർസലാനെ, നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയമെത്താതെ മരണം വരുമെന്ന് തോന്നുന്നുണ്ടോ? ബഗ്ദാദ്, ഡമസ്കസ്, മദീന, ഖൈറോ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ പ്രമുഖമായ ഇസ്ലാമിന്റെ 5 നഗരങ്ങളിൽ സൈന്യം വിന്യസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ അടയാളങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി റോമൻ സീസർ അർമാനൂസ് ചെയ്ത ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയാണിത്. മഹാനായ അലബ് അർസലാൻ തങ്ങളോട് ഉപദേശം, അലബ് അർസലാനെ, നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. മിമ്പറിൽ ഖതീബുമാർ കയറുകയും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സ ജുൻദക വ കലിമതക ഇലാ യൗമിദ്ദീൻ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്റെ ദീനിനെ തുടച്ചു നീക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കാൻ പോകുന്ന ഈ സമുദായത്തിന്റെ പ്രതിനിധികളെ നീ സഹായിക്കണേ റബ്ബേ എന്ന് ഖുതുബയിൽ ഇമാമുമാർ പ്രാർത്ഥന നടത്താനുള്ള ഏകദേശ സമയം കണ്ടാൽ നിങ്ങൾ യുദ്ധം ആരംഭിച്ചോളൂ. ജുമുഅന്റെ ഖുതുബ ഫലസ്തീനിലും ഷാമിലും ഇറാഖിലും ഡമസ്കസിലും മദീനയിലും ജസീറത്തുൽ അറബിലും ജുമുഅ നടക്കുന്ന സമയത്താണ് അർമീനിയയിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധം നടന്നത്. 12,000 യോദ്ധാക്കളുമായി 3.5 ലക്ഷം വരുന്ന ആളുകളോട്. ആ യുദ്ധം വിജയിച്ചിട്ട് അർമാനൂസ് എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ രാജാവിനെ കൊണ്ടുവന്ന് ബന്ദിയാക്കി കൊണ്ടുവന്നപ്പോ അർമാനൂസ് ചോദിച്ചു, അല്ല അലബ് അർസലാൻ, നിങ്ങളുടെ സൈന്യം എവിടെ പോയി? ഇത്രയെന്നുള്ളൂ സൈന്യം എന്ന് പറഞ്ഞു. ഇവരല്ലല്ലോ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്, ഇത്രയെന്നുള്ളൂ ഞങ്ങളുടെ സൈന്യം. മുസ്ലിം ക്യാമ്പിലേക്ക് വന്നപ്പോ 12,000, 3.5 ലക്ഷത്തെ നയിച്ച ആളാണ് അർമാനൂസ് എന്ന് പറയുന്ന സീസറായ റോമൻ ഭരണാധികാരി. അലബ് അർസലാൻ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അല്ല, ലഖദ് റഅയ്തു ജിബാല അർമീനിയ സാലത് ബിൽ ജുയൂഷിൽ ബീദ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അർമീനിയയുടെ മലമടക്കുകളിൽ നിന്ന് വെളുത്ത വസ്ത്രം ധരിച്ച കോടിക്കണക്കിന് ആളുകൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരാണ് എന്നെ പിടിച്ചു കൊണ്ടുപോയത്. അവരെ ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നബിയെ, അള്ളാഹുവിന്റെ സൈന്യത്തിന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എവിടെന്നാണ് ഈ വിജയമുണ്ടായത്. നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷങ്ങൾക്ക് വിജയം വേണം, ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് വിജയം വേണം, എല്ലാവർക്കും സമാധാനം വേണം. ആ സമാധാനത്തിന് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുന്നു. സാധ്യമായ എല്ലാ പരിശ്രമവും ചെയ്ത് വോട്ടവകാശത്തിലൂടെ ഈ രാജ്യത്തിന്റെ അധികാരം മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു പാർട്ടിയുടെ കൈകളിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അല്ലാഹുമ്മ റബ്ബൽ മുസ്തദഅഫീൻ, അല്ലാഹുമ്മ യാ മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, കാരുണ്യവാനെ, നീ ഞങ്ങൾക്ക് തുണയേകണമെന്ന് നമ്മുടെ ഉമ്മമാരുടെ മുസല്ലകളിൽ നിന്ന്,
നമ്മുടെ പള്ളി മെഹ്റാബുകളിൽ നിന്ന്, നമ്മുടെ ഇമാമുമാർ, ഖതീബുമാർ, നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി, ലോക മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാതെ പോയാൽ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. നിങ്ങൾ പ്രാർത്ഥിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ലവലേശം വകവെക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു ഹബീബിനോടാണ് പറയുന്നത്, പരിശുദ്ധ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ, ഹബീബായ നബി തങ്ങൾ പരിഹാരം കണ്ടത് പ്രാർത്ഥനയിലാണ്, നിസ്കാരത്തിലാണ്. ഫർള് മാത്രമല്ല, റവാത്തിബുകൾ, സുന്നത്തുകള്. ജുമുഅ കഴിഞ്ഞാൽ ഓടാൻ, നിസ്കാരം കഴിഞ്ഞാൽ ഓടി എഴുന്നേൽക്കുകയാണ്. ആരോ പിടിച്ചിട്ട പോലെ ആ ഒരു മധുരം നമ്മൾ നുകരുന്നുണ്ടോ? എൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നിൽക്കാൻ ഒരു VIP-ന്റെ അടുത്ത് ഒരു അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ എത്ര കാത്തിരിക്കണം? അള്ളാഹു എന്ന VVIPകളെ ഉണ്ടാക്കിയവൻ അള്ളാഹു റബ്ബു ജല്ല ജലാലു. ആ റബ്ബിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തക്ബീർ ചൊല്ലി ഖിബിലയിലേക്ക് മുസല്ല വിരിച്ച് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ആ തമ്പുരാൻ നിന്നിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങളായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ മുഖം തിരിക്കുന്നവരെ അല്ലാഹു മുഖം തിരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സംസാരം നമുക്ക് ഇങ്ങോട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ എടുത്തു വെച്ച് ഓത്. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്ക്. രണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഇത്രയും രക്ഷിതാവുമായി, ഉടമസ്ഥനുമായി, സൃഷ്ടാവുമായി, സൃഷ്ടികളെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ടായിട്ട് നമുക്കൊന്നത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണത്. മെട്രോ ഓടുന്നുണ്ട് അല്ലേ, അതൊക്കെ എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്? ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. പക്ഷേ വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം വരൂലേ? നമുക്കൊക്കെ ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് അള്ളാഹുവിനോട് എടുക്കാൻ ഇത്ര ഈസി ആയിട്ട് പടച്ചവൻ തന്നിട്ട് നമ്മൾ ഉരുണ്ട് കളിക്കുകയാണ്. അള്ളാഹുവേ, ഇതൊരു വലിയ നഷ്ടമായിരിക്കും. പടച്ച തമ്പുരാൻ ആ പ്രാർത്ഥനയുടെ മധുരം നമുക്ക് നൽകട്ടെ. അള്ളാഹു മധുരം നൽകട്ടെ, അള്ളാഹു മധുരം നൽകട്ടെ. ഈ മധുരം അനുഭവിച്ച ആളുകളുടെ ചില ചരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ 40 വർഷം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ലെന്ന് വളരെ പരസ്യമായി ലോകത്തോട് പറയാൻ ധൈര്യം കാണിച്ച ഇമാം, ഫുഖഹാ ഉസ്സബ്അ എന്ന് പറയുന്ന മദീനയിലെ പ്രഗൽഭരായ ഫുഖഹാക്കളിൽ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിൽ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് ഒന്നാമത്തെ തക്ബീറിൽ 40 കൊല്ലത്തെ 5 നേര നിസ്കാരം എനിക്ക് നഷ്ടമായിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മദീനയുടെ ജന്നത്തുൽ ബഖയിലേക്ക് എത്തിയാൽ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. സുബ്ഹാനല്ലാഹ്. കണ്ണിന്റെ കാഴ്ച പോയിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു വാദിൽ അഖീഖിലേക്കൊന്ന് പോയി നോക്കാം. മദീനയുടെ ഒരൽപ്പം കാതങ്ങൾക്കപ്പുറത്ത് നല്ല ഒരൽപ്പം പച്ചപ്പുള്ള പ്രദേശമാണത്. കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയപ്പോ മഹാനായ ഹദീഥ് പണ്ഡിതനാണ്, ഫഖീഹാണ്, പ്രഗൽഭനായ പണ്ഡിതനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് വാദിൽ അഖീഖിലേക്കൊന്ന് പോയി നിങ്ങളുടെ കണ്ണ് ആ ഒരു പച്ചപ്പൊന്ന് കണ്ടാൽ കണ്ണിന് ആശ്വാസമായേക്കും, ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങോട്ട് വരുന്നില്ല. വതഫൂതുനി സ്വലാത്തും ബിഅൽഫി സ്വലാ ഫീ മസ്ജിദി റസൂലില്ലാ. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 1000 കൂലിയുള്ള നിസ്കാരം നഷ്ടപ്പെടുത്താനോ? കണ്ണു പോയാൽ എന്താ, എനിക്ക് എൻ്റെ ഹബീബിൻ്റെ പള്ളിയിലെ നിസ്കാരം നഷ്ടപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹറമിലൊക്കെ പോകുന്നുണ്ട്, അൽബേക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഹറമിൻ്റെ ചുറ്റും ഓടുക, KFC തിന്നാൻ വേണ്ടിയിട്ട്. ആത്മാവിൻ്റെ ഭക്ഷണം കിട്ടുമ്പോൾ അവിടെ സംസമിൻ്റെ കുളിർമയുള്ള ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു പിഞ്ചു പൈതലിൻ്റെ കാലിനടിയിൽ ഒരു ഉമ്മയുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തെളിനീരായി തന്ന പരിശുദ്ധ ജലമുള്ളിടത്ത് നമ്മൾ ഓടുകയാണ് കൊക്കക്കോളയും പെപ്സിയും കുടിക്കാൻ. നഷ്ടല്ലേ നമ്മുടെ പല യാത്രകളും? അവിടെയുള്ള മധുരം നമ്മൾ അറിയുന്നുണ്ടോ? ഹമാമുൽ ഹറം
30 വർഷം പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ ചടഞ്ഞിരുന്ന് പഠിക്കുക എന്ന് പറയില്ലേ, ചടഞ്ഞിരുന്ന് പഠിക്കുക. ഇന്ന് അതിനൊന്നും ആളെ കിട്ടൂല. ദർസ് പോലും 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഫാരിയ എവിടെ വല്ല ഏറ്റവും പെട്ടെന്ന് ഫാരിയാകാൻ പറ്റിയ കോഴ്സ് എന്നാൽ പിന്നെ ഹൈദരാബാദിലേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഡൽഹിക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് UP അല്ലെങ്കിൽ നമുക്ക് വാരാണസി പോകാം, അല്ലെങ്കിൽ ജയ്പൂർ, എവിടെയാണോ 1 കൊല്ലം കൊണ്ട് ഒരു ടൈറ്റിൽ ബാക്കിലൊരു വാല് വെക്കാൻ പറ്റുന്നത് കിട്ടുക, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വരിക. പഠിക്കാനൊന്നും കുട്ടികൾ റെഡിയില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിൽ മടി വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പഠിക്കാൻ റെഡിയാകുന്നില്ല. മഹാനായ അഫ്തസുൽ അൻഫി ഖസീറുൽ ഉനുഖി അഅ്വറൽ ഐനി അഅ്റജർ റിജ്ലി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന മഹാനായ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു എത്യോപ്യക്കാരനായ അടിമയാണ്. കഴുത്ത് കുറുകിയ ആള്, ഹൈറ്റ് കുറഞ്ഞ ആള്, കറുകറുത്ത് കാന ദമീമൻ, കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന, മുഖമാകെ വളരെ വികൃതമായ രൂപമുണ്ടായിരുന്ന, മൂക്ക് ചപ്പിയിരുന്ന, ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു കാലിന് നടക്കാനുള്ള ശേഷിയില്ല. ഒരു ശാരീരിക വൈകല്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ബഹുഭൂരിഭാഗം സമ്മേളിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ 30 കൊല്ലം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ലോകപണ്ഡിതനായ ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖലീഫ മൻസൂർ വരുമ്പോ ആ മഹാനായ പണ്ഡിതന്റെ വീടിന്റെ വാതിൽക്കൽ ഫത്വ ചോദിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ക്യൂ കണ്ടപ്പോ ഖലീഫ മൻസൂർ മക്കളോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ വാപ്പ മൻസൂറിന്റെ അധികാരമല്ല അധികാരം, അതാഇന്റെ അധികാരം. ഈ ജ്ഞാനത്തിന്റെ വലുപ്പം കണ്ടോ? കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത, ഒരു കാലത്ത് മക്കക്കാരി പെണ്ണിന്റെ അടിമയായിരുന്ന ആ മഹാനുഭാവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലെ 30 കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ ഫലമായി അള്ളാഹു കൊടുത്ത സ്ഥാനം കണ്ടോ? അതാ ഇബ്നു അബി റബാഹിന്റേതാണ് അധികാരം, ഇതാണ് ഖിലാഫത്ത്, എന്റേതല്ല എന്ന് ആ മഹാനുഭാവന്റെ വീട്ടിലേക്ക് ചൂണ്ടി രാജാക്കന്മാരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു. പരിശുദ്ധ ഹറം, ആ പരിശുദ്ധ ഹറമിലെ മുദർരിസാണ്, ആഴ്ചയിൽ ദർസ് നടത്തി പോകുന്ന ആളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ വരുന്ന തങ്ങള്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മോന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ത്വായിഫിലാണ് വീട്, ദർസ് മക്കയിൽ. ആളുകൾ ചോദിച്ചു, മക്കയിൽ നിങ്ങൾക്കൊരു വീട് വെച്ചുകൂടെ? എന്തിനാ ത്വായിഫിൽ പോയി വരുമ്പോ പ്രയാസമല്ലേ നിങ്ങൾക്ക്? പറഞ്ഞു, പരിശുദ്ധമായ മക്കയിൽ ഓരോ നന്മകൾക്കും അള്ളാഹു ലക്ഷങ്ങൾക്ക് കൂലി നൽകുമെങ്കിൽ അവിടെ നടക്കുന്ന തെറ്റുകൾക്കും അള്ളാഹു ഇരട്ടിക്കിരട്ടിയായി ശിക്ഷയും നൽകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഇബാദത്ത് അള്ളാഹുവിൻ്റെ ഹറമിലാകട്ടെ, എൻ്റെ ദർസ് പരിശുദ്ധമായ ഹറമിലാകട്ടെ, എൻ്റെ വീട്ടിൽ നമ്മൾ മക്കളോട് കുശലം പറയും, വീട്ടുകാരോട് തമാശ പറയും. അനാവശ്യ വർത്തമാനങ്ങൾ, ചീത്ത പറച്ചിലല്ല, അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. അത് അള്ളാഹുവിൻ്റെ ഹറമിൽ വെച്ചാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളോട് മനസ്സിൽ തോന്നുന്ന ഈ ബഹുമാനം ഹൃദയത്തിനുള്ളിലെ ഈമാനിൻ്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ തവാഫ് ചെയ്യുന്നുണ്ട്, സെൽഫി എടുത്തിട്ട് ഹറമിൽ ഹബീബായ നബി തങ്ങളുടെ മുഖത്തേക്ക് ബാക്കാക്കിയിട്ട് സെൽഫി എടുക്കുക. ആരെ കാണിക്കാനാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നത്? ആർക്കായി ഫോട്ടോ കാണിക്കാൻ പോകുന്നത്? പരിശുദ്ധ ഹബീബിൻ്റെ പള്ളിയിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ വർത്തമാനം പറയുന്നു, ഫോൺ ചെയ്യുന്നു, നാട്ടുവർത്തമാനങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ومن يعظم شعائر الله فإنها من تقوى القلوب. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ മഹാനായ റബീഅ ഇബ്നു ഖുസൈം തങ്ങൾ, ഇദാ സജദക അന്നഹു ഥൗബുൻ മത്റൂഹ് ഫതജീഉൽ അസാഫീറു ഫതഖഉ അലൈഹി. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, ആ മഹാനെ കുറിച്ചാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, യാ റബീഅ ലൗ റആക റസൂലുള്ളാഹി ലഅഹബ്ബക. റബീഅ, അല്ലാഹുവിൻ്റെ റസൂലെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നുവെന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനോട്, താബിഈയായ സ്വഭാവശുദ്ധിയുണ്ടായിരുന്ന റബീഅ തങ്ങളോട് പറഞ്ഞ ആ മഹാനുഭാവൻ സുജൂദിൽ വീണുപോയാൽ കഅന്നഹു സൗബുൻ മത്റൂഹ്, അഴിച്ചു മാറ്റപ്പെട്ട ഒരു വസ്ത്രമാണെന്ന് തോന്നിപ്പോകുമത്രേ. എന്നിട്ട് പ്രാക്കളും കിളികളും വന്ന് ആ മഹാന്റെ ദേഹത്തിരിക്കുമായിരുന്നു. സുജൂദിലാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു സുജൂദ് ചെയ്യാൻ തോന്നുന്നുണ്ടോ?
ഇമാമു സുജൂദ് നീട്ടിയാൽ നമുക്ക് ഇനിയിപ്പോൾ റമളാനാണ് വരുന്നത്. സൂപ്പർ ഫാസ്റ്റും ടൗൺ ടു ടൗണും പോയിന്റ് ടു പോയിൻ്റൊക്കെ സൂപ്പർ ഡീലക്സ് ഫാസ്റ്റ് പാസഞ്ചറൊക്കെ നോക്കി നടക്കുന്നത് ആൾക്കാർ. അവിടെ അരമണിക്കൂർ കൊണ്ട് തറാവി തീരും. ഇവിടെ ആ ഉസ്താദ് 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്നുണ്ട്. നിങ്ങൾ ആ തറാവി നിസ്കരിക്കണ്ട. അങ്ങനെ എന്തിനു സമയമില്ലാത്ത, അത് നിർബന്ധമല്ലല്ലോ. സമയം ഉണ്ടാക്കി അള്ളാഹ്ക്ക് വേണ്ടി കുറച്ച് സമയം, ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ. റമളാനിലെങ്കിലും നമുക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്നോളി. എന്നാലും ആ നിസ്കരിക്കണ ഉസ്താദിനും കുറ്റം കിട്ടും, ബാക്കിൽ നിൽക്കണ മഅ്മൂമിങ്ങൾക്കും കുറ്റം ഉണ്ടാവും. മഅ്മൂമിങ്ങൾ നിരപരാധികളാണ്. പക്ഷേ ഈ ഫാസ്റ്റ് പാസഞ്ചർ ആക്കിയിട്ടില്ലെങ്കിൽ ഉസ്താദ് പണി പോകുമെന്ന് വിചാരിച്ചിട്ടായി ചെയ്യുന്നത്. അങ്ങനെ പണി പോയാൽ എന്താ? അലം തക്കുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. അള്ളാഹിൻ്റെ റിസ്ക് അവിടെ മാത്രം കിടക്കുകയാണ്. അത്ര സമയമില്ലാത്തവർ എന്തിനാണ് നിൽക്കുന്നത്? ഇമാം ഒരു ദീർഘമായി സൂറത്ത് ഓതിയാൽ, അല്ലെ, ഇമാമു ഖൗമിൻ മഹ്സൂരീൻ, ഒരു നാട്ടിൽ യാത്രക്കാർ വരുന്ന പള്ളിയെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ഗ്രാമത്തിലെ ആ നാട്ടുകാർ കൂടുന്നൊരു പള്ളിയിൽ ഒരൽപ്പം കൂടുതൽ ഒരു 8-10 ആയത്തുകളൊക്കെ ഉള്ളൊരു സൂറ ഓതിയാൽ അപ്പോഴേക്കും പരാതി, കുഴങ്ങിപ്പോയി. നമുക്ക് ആനന്ദം അനുഭവിക്കാത്തത് കൊണ്ടാണ് മുഅ്മിനെ. ആനന്ദം ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ വചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് മതി വരില്ലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഓതുകയാണ്. സുബ്ഹി നിസ്കാരത്തിലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് തങ്ങൾ മഅ്മൂമിങ്ങളിലുണ്ട്. വഇന്നീ ലഫീ ആഖിർ സുഫൂഫ്, ഞാൻ ആ പള്ളിയിലെ ഏറ്റവും ബാക്കിലെ സഫിലാണ്. വഹുവ യഖറഉ ഖൗലല്ലാഹ് ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ മകൻ യൂസുഫ് നഷ്ടമായതിൻ്റെ വിഷമം അലൈഹിസ്സലാം. അല്ലാഹുവേ, ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഹബീബ് ആയ നബി തങ്ങളുടെ സ്വഹാബിമാർ ഈ ആയത്തിനെടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അടക്കമുള്ളവർ വല്ലാഹി ലൗ അലിമ യഅഖൂബു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അല്ലാഹു പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മഹാൻ ഈ വാക്കിന് പകരം തർജിആൻ അവിടെ ചെയ്യുമായിരുന്നത്. ഇരിക്കട്ടെ, ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ വിഷമം ഞാൻ നിന്റെ കോടതിയിൽ ബോധിപ്പിക്കുന്നു റബ്ബേ. ആ ആയത്തോതി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുന്ന മനസ്സിന്റെ വിങ്ങൽ സഫിന്റെ അറ്റത്ത് നിന്ന് ഞാൻ കേട്ടുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആല അൻ. മനസ്സ് വിങ്ങണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ എപ്പോഴെങ്കിലും ആളുകൾ കാണാൻ വേണ്ടി കരയണ്ട, ആൾക്കാരുടെ മുമ്പിൽ കരയും വേണ്ട. ആൾക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടാക്കി കരയൽ ഇദക്തമലത്തിൽ ഖുലൂബു ശർറൻ, ഹൃദയത്തിനുള്ളിൽ ഷർറ് കുമിഞ്ഞുകൂടിയാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കരയാൻ പറ്റും മഹാന്മാർ പറയാ. അതൊരു വലിയ മോശമാണ്. ഉണ്ടാക്കി കരയേണ്ട, കരച്ചിൽ വന്നു പോയാലൊക്കെ. നമ്മുടെ നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമുക്കങ്ങനെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ നരകം തൊടാതെ പോകുന്ന 2 കണ്ണുകൾ. ആ ശരീരത്തിന് നരകല്ല എന്നതിന്റെ അർത്ഥം. ഏത്? ഐനാനി ബകതാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന 2 കണ്ണുകൾ. ആ കരച്ചിൽ കാരണം അല്ലാഹു അവർക്ക് നരകശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹമമത്തുൽ ആബിദ് തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു. താബിഈങ്ങളിലെ പ്രമുഖനായ ആബിദാണ്, ആലിമാണ് മഹാനായ ഹമമത്തുൽ ആബിദ് റളിയല്ലാഹു അൻഹു. അവരോടൊരു ചോദ്യം, മാ അഫ്ളലു അമലിക അല്ലദീ തർജൂ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഏറ്റവും നല്ല കർമ്മം എന്താണ്? ഏറ്റവും നല്ല കർമ്മം നമുക്ക് എങ്ങനെ ഉണ്ട്? പലരും പറയില്ലേ, നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ല, അതിന് പരിഹാരം പറയാൻ പോവാ. ഇൻഷാ അല്ലാഹ് അതൊക്കെ കിട്ടും. അല്ലാഹു നമുക്ക് സഹായം നൽകട്ടെ. നമ്മളൊന്ന് പരിശ്രമിക്കണം. ആർക്കാനും വേണ്ടി ഒക്കാനിച്ച നടക്കൂലേ. നമുക്കത് വേണമെന്ന് തോന്നണം. എന്നിട്ട് നിസ്കാരത്തിൻ്റെ ഒരു മധുരം അറിയണം. അത് ചിലപ്പോൾ ഇമാമ് സലാം വീട്ടല്ലേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു പോകും. നിസ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നില്ല, കുറച്ചുകൂടെ എൻ്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ ഉള്ള ആളുകൾക്ക് ആ മധുരം അറിയാൻ കഴിയും. അത് ദുന്യാവിൽ അനുഭവിക്കാത്തവർക്ക്
ഹുരിമൽ ബറക, ആ മനുഷ്യന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഒരു ബറക്കത്താണത്. എന്താണ് ഹമമത്തുൽ ആബിദേ? നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പറയാനുള്ള ഏറ്റവും നല്ല കർമ്മം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനുഭാവൻ താബിഈയായ മഹാൻ കൊടുത്ത മറുപടി, മാ ഫാതത്നി സ്വലാത്തുൻ ഇല്ലാ വ അന മുസ്തഇദ്ദുൻ ലഹാ. ഏതൊരു നിസ്കാരം ആസന്നമാകുമ്പോഴും ഞാനതിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മളിവിടെ ഓർക്കുകയാണ്. ഏത് സമ്മേളനം പരിപാടിയാണെങ്കിലും നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചോ, പരിപാടിയൊക്കെ നിർത്തിക്കോളി, നിസ്കരിച്ചിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. നമ്മൾ കുറച്ചെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പോരെ, മതി. ആ അഡ്ജസ്റ്റ്മെന്റ് മഹാനെ നിൽക്കൂല. ഏറ്റവും വലിയ ഔല സുമ്മ ഔല ഇബാദത്തല്ലേ ഫി അവ്വലി വഖ്തിഹാ, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും ആളുകളുണ്ടാകുമ്പോൾ വലിയൊരു ജമാഅത്തായില്ലേ, അത് അഫ്ളൽ വഖ്തിൽ തന്നെ നിർവഹിച്ചാൽ വലിയ കൂലിയല്ലേ, എന്തിനാ അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? അതൊക്കെ ഒരു വല്ലാത്ത ഒരു മനക്കരുത്താണ്. അള്ളാഹു മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സ്വർഗം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ സ്വറഫ്തു മിൻ സ്വലാത്തിൻ ഖത്തു ഇല്ലാ കുന്തു അശ്വഖ ഇലൈഹാ മിൻ ഹൈതു കുന്തു ഫീഹാ. ഒരു നിസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവേ, അടുത്ത നിസ്കാരത്തിൻ്റെ നേരമൊന്നായെങ്കിലെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കൊതിച്ചു പോകാറുണ്ട്. ഇതന്നെ എൻ്റെ മുമ്പിലുള്ള വലിയ അമൽ, അത്രയേ ഉള്ളൂ. ആനന്ദത്തോടുകൂടെ ഞാൻ വരാറുള്ളത്. അതാണ് പ്രാർത്ഥനയുടെ മധുരം എന്ന് നമ്മൾ ഇന്നത്തെ ചർച്ചക്ക് നമ്മൾ ടൈറ്റിലിടാൻ കാരണം. അമഹാൻ പറഞ്ഞു, ലൗലാ അന്നല്ലാഹ അൻസലൽ ഫറായിദ മുതഖത്തിഅതൻ ബൈനൽ ഔഖാത്ത്. അല്ലാഹു തആല 5 നേര നിസ്കാരങ്ങളെ വിവിധങ്ങളായ സമയങ്ങളിൽ നിശ്ചയിച്ചു. സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ സമയങ്ങളിൽ അള്ളാഹു നിശ്ചയിക്കാതെ പകല് മുഴുവനും നിസ്കാരമാകുമായിരുന്നുവെങ്കിൽ ലഅഹബബ്തു അൻ നകൂന ലൈലി വനഹാരി സാജിദൻ റാകിഅൻ ലില്ലാഹ്. എൻ്റെ രാവിലും പകലിലും അള്ളാഹുവിനെ റുകൂഅ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. മിഅ്റാജിന് ഹബീബ് പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല കൊടുത്ത നിസ്കാരം എത്രയാണ്? 50 വഖ്ത് അല്ലേ? അത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഈ ഉമ്മത്തിന് വേണ്ടി ഹബീബായ തങ്ങളോട് അള്ളാഹുവിനോട് തഖ്ഫീഫിനെ ചോദിക്കൂ, നബിയെ ലഘുവാക്കി തരാൻ പറയൂ നബിയെ. 50 വഖ്ത് സാധ്യമല്ലെന്ന് പറഞ്ഞ് 9 തവണയുള്ള നിരന്തരമായ പോക്കുവരവിനിടയിലാണ് അത് 5 ചുരുങ്ങിയത് എന്ന് മിഅ്റാജിന്റെ ഹദീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അള്ളാഹ്ക്കത് അറിയുമല്ലോ. ഹബീബായ നബി മൂസാ നബിയെ കാണും, അത് കുറച്ചു തരാൻ വേണ്ടി ചോദിക്കും. എന്നാ പിന്നെ ആദ്യമേ അള്ളാഹ്ക്ക് 5 വഖ്ത് കൊടുത്തുകൂടായിരുന്നോ? എന്തിനാ പിന്നെ 50 കൊടുത്തത്? അള്ളാഹു വെറുതൊരു കാര്യം ചെയ്യില്ല. വല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹു തആല യുക്തിഭദ്രമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എന്തിനാ പിന്നെ 50? എന്തിനാ പിന്നെ 50? ആശയം എന്താന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ 50 വഖ്ത് നിസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ 24 മണിക്കൂർ സമയത്തിൽ നമുക്ക് വിശ്രമിക്കേണ്ട 8 മണിക്കൂർ വിശ്രമം, ഉറക്കിന്റെ സമയം, വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കേണ്ടവരായി മാറുമായിരുന്നു. എങ്ങനെ? ഒരു നിസ്കാരത്തിന് വേണ്ട ശരാശരി സമയം, ആ നിസ്കാരത്തിന് ഒരുങ്ങാനും വുളൂ ചെയ്യാനും ശരീരം വൃത്തിയാവാനും അതിൻ്റെ സുന്നത്തെടുക്കാനും ഒക്കെയായി 20 മിനിറ്റ് സമയമാണ് മാക്സിമം കാണേണ്ടത്. അതിലേറെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാവാം. ഒരു ഏകദേശം ഒരു നിസ്കാരത്തിന് 20 മിനിറ്റ്. അപ്പൊ 5 വക്ത് നിസ്കാരത്തിന് എത്ര മിനിറ്റ്? എത്ര മിനിറ്റ്? 100 മിനിറ്റ് അല്ലേ? കണക്ക് ശരിയല്ലേ? 100 മിനിറ്റ്. 5 വക്ത് നിസ്കാരത്തിന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി 24 മണിക്കൂറിൽ ബാക്കി വെക്കേണ്ടത് 100 മിനിറ്റ്. അത് 50 വക്താകുമായിരുന്നുവെങ്കിൽ അത് 1000 മിനിറ്റുകളാണ്. 1000 മിനിറ്റ് എന്ന് പറയുന്നത് 16 ചില്ലറ മണിക്കൂറുകളാണ്. 16 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 8 മണിക്കൂർ മൈനസ് ചെയ്താൽ കിട്ടുന്ന മനുഷ്യന്റെ പ്രവൃത്തി സമയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 5 നേരത്തെ നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നീ വിചാരിക്കല്ലേ ഞാൻ നിസ്കാരത്തിന് പുറത്തു പോന്നു, ഇനി ആവുന്നതാവാം എന്ന് വിചാരിക്കല്ലേ.
പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ഉറങ്ങുന്നവരെ നിസ്കാരത്തിൽ എന്ന വണ്ണം അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന വണ്ണം നീ അള്ളാഹുവിൻ്റെ നിസ്കാരം നിർവഹിക്കുകയാണെന്ന ബോധത്തിൽ നടക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് തിൽക ഖംസത്തുൻ ബിഖംസീൻ, നബിയെ ആ 5 നിസ്കാരങ്ങൾക്ക് 50ന്റെ കൂലി ഞാൻ തരാമെന്ന് അള്ളാഹു പറയുന്നത്. 50 ആയിരുന്നുവെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത വിധം നമ്മൾ ഇബാദത്തിൽ വ്യാപൃതരാകേണ്ടി വരുമായിരുന്നു. അതാണ് അള്ളാഹു 5 ആക്കി ചുരുക്കി തന്നത്. അതിനർത്ഥം പള്ളിയിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പിന്നെ വട്ടിപ്പലിശയുടെ ഏർപ്പാട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണുകളെ അടിച്ചിടുന്നത്, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗീബത്ത് നമീമത്തുകളെ നിസ്കാരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ ഇത് ചെയ്യാറുണ്ടോ? അതുപോലെ ആവണം. തക്ബീർ ചൊല്ലി സലാം കൊണ്ട് അവസാനിക്കുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞു, എൻ്റെ റബ്ബിന്റെ പരിധിയിൽ നിന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് വിചാരിക്കല്ലേ. നീ അള്ളാഹുവിന്റെ സർവിലിയൻസ് ക്യാമറക്ക് മുമ്പിലാണ്, അള്ളാഹുവിന്റെ നോട്ടത്തിന് മുമ്പിലാണ് എന്ന ബോധം 24 മണിക്കൂറിൽ മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞ മുഴുവൻ സമയവും മനുഷ്യൻ ആവശ്യമായി വരുമായിരുന്നു. ആ വലിയൊരാശയം പഠിപ്പിക്കാനാണത്രേ 50 വക്ത് നിസ്കാരം അള്ളാഹു നൽകിയതെന്ന് ആ ഹദീസുകളെ മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇബാദത്തിന്റെ ഒരു മധുരമുണ്ട്. ആ മധുരം അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചർച്ച ആരംഭിച്ചിട്ട് 58 മിനിറ്റായി. 1 മണിക്കൂറിന് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്നാൽ പിന്നെ ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഒരു ചെറിയൊരു വാമപ്പ് കണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കയ്യൊക്കെ ഒന്ന് പൊക്കിയാൽ നല്ല റാഹത്ത് തോന്നും. ചെറുതായിട്ടൊന്ന് ചെറിയൊരു എക്സസൈസ് അല്ലേ, ഒന്ന് ഊര് വലിഞ്ഞ് ആ കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഒന്ന് നോക്കി. അൽഹംദുലില്ലാ. 3 സ്വലാത്ത് ചൊല്ലാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി ഒരു 60 മിനിറ്റും കൂടെ ഇരിക്കണം. നല്ല ചൂടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു മലപ്പുറത്തിലേറെ ചൂടുണ്ട് തോന്നുന്നു ഇവിടെ എറണാകുളം ജില്ലയിൽ. നല്ല ചൂട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് ചൂടാകുമ്പോൾ ഒരു മഴ കിട്ടിയെങ്കിലെന്ന് മനസ്സുകൊണ്ട് കണ്ട ആഗ്രഹം വരും. അപ്പോൾ പിന്നെ മഴക്കാലം തുടങ്ങും. മഴ കൊണ്ട് റബ്ബേ ഈ മഴ നിർത്തി തന്നാൽ മതിയായിരുന്നേനെ. അപ്പോൾ പിന്നെ ചൂട് കാലം. കാലാവസ്ഥയെ യുഖല്ലിബുൽ ലൈല വന്നഹാർ, ഈ കാലാവസ്ഥയെ ചൂടുന്ന തണുപ്പിലേക്കും സമശീതോഷ്ണത്തിലേക്കും ഇങ്ങനെ അള്ളാഹു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ബോറടിച്ചേനെ അല്ലേ. അള്ളാഹു ഓരോന്നിങ്ങനെ മാറ്റിത്തരികയാണ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ റമദാനൊക്കെ വരികയാണ്. അള്ളാഹു ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ. ഇവിടുന്ന് റമദാനിൽ ഉഷാറുണ്ടോയെന്ന് ഈ റജബിൽ അറിയാൻ പറ്റുന്ന. റജബിൽ ഇങ്ങനെ പിടുത്തം വിട്ട് നടക്കുകയാണെങ്കിൽ റമദാനും ഇങ്ങനെ തന്നെ ആയിരിക്കുന്ന. അതിനാണ് ഈ റജബ് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാനാ, ആളെത്താനായി എന്ന്. ഷാബാൻ ഇതാ നമ്മളെ മഹല്ലിക്ക് എത്താനായിട്ടോ. അപ്പോഴേ ഒരുങ്ങി നിൽക്കണ്ടേ സ്വീകരിക്കാൻ. റമദാനായി തുടങ്ങി. ഇപ്പോൾ ഒരുങ്ങിയിട്ടില്ലേ, ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ബസ് പോയിട്ട് കൈയാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു അവസരം അള്ളാഹു നമുക്ക് തരുമോ എന്ന് ആരറിഞ്ഞു? ഇനിയൊരവസരം അള്ളാഹു നമുക്ക് നൽകുമോ എന്ന്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വരുന്ന റമദാൻ പരിപൂർണമായ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അള്ളാഹു നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകളും തെറ്റുകളും വിവരക്കേട് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ മഹാനായ ഖൈറുവാനി തങ്ങൾ പോയൊരു ചരിത്രമുണ്ട്. അബൂ ജഅഫറുൽ ഖമൂദി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു. മഹാനായ ഇമാം ഖൈറുവാനി നിസ്കരിക്കാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിസ്കാരം ഒരുപാട് നീണ്ടുപോയി.
നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം ഒരുപാട് നീണ്ടതിൽ ഒരൽപ്പം സമയം നീണ്ടുപോയോ എന്ന് തോന്നിയ മഹാനായ ഖൈറുവാനി തങ്ങള് മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങളോട് പറഞ്ഞു, യാ അബാ ജഅഫർ ബിഅഖല്ല മിൻ ഹാദ തഅബ് തുദ്രികുൽ മത്ലൂബ ഇൻഷാ അല്ലാഹ്. ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകുമല്ലോ, ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ. ഇത്രത്തോളം എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങള് നിസ്കാരം നീണ്ടുപോകുമ്പോഴേക്കും തറാവീഹിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും പരാതി പറയുന്ന ആളുകളോട് ഈ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദിയുടെ മറുപടിയാണ് നമ്മൾ നൽകുന്നത്. യാ മിസ്കീൻ, ഏ ദരിദ്രനായ മിസ്കീനായ മനുഷ്യ, ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദ്ദതഹാ. അല്ലാഹു അക്ബറിന്റെ ഒരു മധുരമുണ്ട്, അല്ലാഹു അക്ബറിന്റെ ഒരു ആസ്വാദനമുണ്ട്. അത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ അമൽത മിനത് തഅബ് മിനൽ ഇസ്തിക്സാരി മിൻഹാ. നിസ്കാരം നീണ്ടുപോയതിലെ തക്ബീറുകളുടെ എണ്ണം കൂടിപ്പോകുന്നതിന്റെ പ്രയാസം നിനക്കറിയാതെ പോകുമായിരുന്നു. ആ തക്ബീറിന്റെ ഒരു മധുരമുണ്ട്. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ എന്നല്ലേ നമുക്ക് പോകേണ്ടതും അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയല്ലേ. ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോകൂല. അങ്ങനെയല്ലേ നമ്മൾ ദുന്യാവിൽ ചെയ്യാം. ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാളുള്ള വഴിക്ക് പോകില്ലല്ലോ. അങ്ങനെയല്ലേ. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്. അതാണ് ആ വ്യത്യാസം. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്. പടച്ചോൻ്റെ അടുത്തേക്ക് തന്നെ, റബ്ബേ എന്നെ സ്വീകരിക്കണേ, പടച്ചോനെ എനിക്ക് മാപ്പ് തരണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ യാ മിസ്കീൻ ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദ്ദതഹാ. അല്ലാഹു അക്ബറിന്റെ മാധുര്യവും അതിന്റെ രസവും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് തക്ബീറിന്റെ എണ്ണം കൂടി നിസ്കാരം വർദ്ധിക്കുമ്പോൾ മടുപ്പ് വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി എന്ന ലോകപ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ഫഖീഹും മുതസവ്വിഫുമായ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയാറുണ്ട്, റക്അതാനി ഫീ തഫക്കുരിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹ്. മനസ്സാന്നിധ്യത്തോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നതാണ് നിസ്കാരം. ആനന്ദം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരം. എന്താ? അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മത്തിനാണ് ഏറ്റവും വലിയ കൂലി. സുന്നത്തിനും ഫർദിനും കൂലിയുണ്ട്. നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഫർള് എന്തായാലും ഫർളല്ലേ, അതിനിപ്പം കൂലി എന്നെ തരേണ്ട കാര്യമുണ്ടോ? സുന്നത്തിനല്ലേ കൂലി കൂടുതൽ വേണ്ടത് എന്ന് തോന്നിപ്പോകും. പക്ഷെ അള്ളാന്റെ കണക്കിൽ ഫർളിനാണ് കൂലി കൂടുതൽ. നോക്കണം, ഇത് അള്ളാന്റെ റഹ്മത്തല്ലേ. എത്ര ആൾക്കാർ സുന്നത്തുണ്ടാവുക? കുറച്ച് ആൾക്കാർക്കല്ലേ ഉള്ളൂ. അവർക്ക് തീരെ കൂലില്ലാണ്ട് പോവില്ലേ? ഫർള് നിസ്കാരത്തിന് കൂലി കൂടുതൽ, സുന്നത്തിന് കൂലിയുണ്ട്, പക്ഷെ ഫർളിനാണ് കൂടുതൽ. ഇതല്ലേ അള്ളാഹുവിൻ്റെ രീതി, ഇതല്ലേ അള്ളാഹുവിൻ്റെ കരുണ. അങ്ങനുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് ചെലവ് കൊടുക്കണം, ആ ചെലവ് കൊടുക്കൽ നിർബന്ധം. അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരോ പോലീസെങ്കിലും പിടിച്ചോണ്ടോ അല്ലേ? വീട്ടുകാരെ പുരക്കാരെ നോക്കാണ്ടിരിക്കെ ഉപദ്രവിക്കുക ചെയ്താൽ. പക്ഷേ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നതാണ് സ്വതക്ക. സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു. അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. പക്ഷെ അത് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്കയാണ്. അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് മത്സ്യം വാങ്ങി പോകുന്നത് സ്വതക്കയാണ്, വലിയ സ്വതക്കയാണ്. അവനവൻ്റെ വീട്ടിലെ മക്കൾക്ക് അരി വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദാനമാണ്. മനസ്സ് നിയ്യത്ത് വേണം. യഹ്തസിബുഹു, ഹദീസിന്റെ വാക്കതാണ്, വഹുവ യഹ്തസിബുഹു, അല്ലാഹു എനിക്കിതിന് കൂലി തരും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ, എന്തെങ്കിലും പിറുപിറുത്ത് പറഞ്ഞു പോയാൽ ആ കാശങ്ങ് പോയി. പുരക്ക് കൊണ്ടു കൊടുക്കുന്ന നിർബന്ധമാണ് ദാനം. പെണ്ണുങ്ങളെ വരെ അടുത്ത് അകത്ത് കയറ്റൂല അല്ലേ? ആ സാധനം കൊണ്ടുവന്നില്ലല്ലോ, തിരിച്ചു പറഞ്ഞയക്കും. സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചേക്കണ പോലെ പിന്നെ പോയിട്ട് വീണ്ടും കൊണ്ടുവരണം. എന്നാൽ പിന്നെ ആദ്യം നല്ല മനസ്സോടുകൂടെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു, അതിന് കൂലിയാണ്. ഇല്ലെങ്കിൽ പൈസ പോവും, അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കരുണ കൊണ്ട് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും അല്ലാഹു ഒരു നന്മക്ക് 10 വീതം, തിന്മകൾക്ക് ഒരു തിന്മക്ക് ഒരു തെറ്റ്, ഒരു തെറ്റിന് ഒരു ശിക്ഷ. ഒരു നന്മക്ക് 10 കൂലി, ഒന്നല്ല. നമ്മളുടെ 2 മണിക്കൂർ ഇരുന്നാൽ 20 മണിക്കൂർ ഇരുന്ന കൂലിയാ അള്ളാഹു നൽകാൻ പോവുക. അള്ളാഹു ആ കൂലി നമുക്ക് നൽകട്ടെ. ആമീൻ. 20 മണിക്കൂറൊക്കെ ചൂടത്ത് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ വീശിരിക്കുന്നത് കാണുന്നു. നമ്മളൊക്കെ ആണുങ്ങളൊക്കെ വലിയ ഫാൻ്റെ അടിയിലുള്ളവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. കറങ്ങാത്ത ഫാൻ ഉണ്ട് അല്ലേ? സെൻട്രൽ ഫാനും കാണുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ച് ഈ പന്തലൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാണ്, ഇത് ടെമ്പററി ആണെന്ന് പിന്നെ അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇത് താൽക്കാലികം ഉണ്ടാക്കിയ എത്ര വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ വിചാരിച്ചു ഇവിടെ
കാര്യമായൊരു പെർമനൻ്റ് സംവിധാനമാണ്. ഫാനും കാര്യങ്ങളൊക്കെ ഒരുക്കി. നിനക്ക് വലിയ ചിലവുണ്ട്, നമ്മളൊക്കെ സഹായിച്ചോ. ഇവിടെ ബക്കറ്റ് വിവരമൊന്നും ഇല്ലേ? ഉണ്ടോ? അത് എവിടെ നിന്ന് വേഗം തുടങ്ങണ്ടേ? ആ കവർ കൊടുത്തിട്ടുണ്ട്, എന്നാൽ കവറൊക്കെ ഒന്ന് തിരിച്ചേൽപ്പിക്കുക. ആ ബക്കറ്റ് വരുമ്പോൾ ബിസ്മില്ലാ. പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേഗം വരും. ഇവിടെ നമ്മളെ വളണ്ടിയേഴ്സൊക്കെ പെട്ടെന്ന് വരും. മാഷാ അല്ലാ, ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതി വന്നിട്ടുണ്ടാവും. ഒരു വാട്ടപ്പേര് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പെരയിൽ പോയിട്ട് സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ അൽഹംദുലില്ലാ. ഇതിന് പിരിവ് എന്ന് പറയരുത് എന്നാ, ഒരു സ്വതഖ. ആ കവറേ അതിലെന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കണം, മറക്കാണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു കബൂലാക്കട്ടെ. അത് കൊടുക്കുമ്പോഴേ പടച്ചോനെ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാപ്പാക്കി താറബേ. നിസ്കാരത്തിലൊക്കെ കുറേ വീഴ്ച വന്നു പോയിട്ടുണ്ടല്ലോ, അതൊക്കെ നീ മാപ്പ് താറബേ. സ്വതക്ക കൊണ്ട് തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. പടച്ചോനെ എൻ്റെ കുട്ടികളിലും മക്കളിലും കുടുംബത്തിലും സന്തോഷം തരണേ റബ്ബേ. അങ്ങനെ വിചാരിച്ചിട്ട് കൊടുക്കും. നമ്മൾ നല്ലൊരു കാര്യം അള്ളാഹ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അള്ളാഹ് തന്നത് അള്ളാഹ്ക്ക് കൊടുക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. സ്വഹാബിമാർ പറയും, ഇബ്നു മസ്ഊദ് തങ്ങളുടെ വാക്കാണ്, ഞാൻ കീറിപ്പറഞ്ഞ വസ്ത്രമൊന്നും അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യൂല. എന്തേ? നാളെ മഹ്ശറായിൽ അള്ളാഹു എടുത്തിട്ട് ഇതാ ഒരു കീറിയ വസ്ത്രം ഇബ്നു മസ്ഊദ് എന്നവരെ വക, ഇതൊക്കെ പറയണ നാണക്കേടല്ലേ, ഞാൻ നല്ലതേ കൊടുക്കുള്ളൂ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അപ്പം നമ്മളൊക്കെ ക്കാത്ത നോട്ടും മഷി വരണ്ടതോ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടാവും, ഒക്കെ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവമാണ് തോന്നിപ്പോവല്ലേ. എന്ത് ചെയ്യുക? നല്ലത് കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ കൊണ്ടുവരുന്നവർക്കൊന്നും ഒരു കമ്മീഷനൊന്നും ഇല്ല കേട്ടോ. ഓല് അള്ളാഹ്ക്ക് ഫീ സബീലില്ല, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഖിദ്മത്ത് ചെയ്യാൻ. അത് എന്തായാലും കാര്യമായിട്ട് കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10, 200, 300, 500 ഒക്കെ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനത്തെ ഈ ബക്കറ്റ് കൊടുക്കുന്നത് ആത്മാർത്ഥമായ കൊടുക്കലാണ്. 50,000 രൂപ. മാഷാ അല്ലാഹ്. ഒരു സഹോദരൻ, അള്ളാഹുവേ നീ അർഹമായ പ്രതിഫലം 2 ലോകത്തും കൊടുക്കണേ തമ്പുരാനെ. കൂട്ടത്തിൽ ഒന്നും കൊടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ദ്വാരക്കൂട്ടോ. അങ്ങനെ ഒരു പരാതി ഉണ്ട്, ഉസ്താദ്മാർ കൊടുത്തവർക്ക് മാത്രം ദ്വാരക്കുക. നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. അള്ളാഹുവെ, കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് അവരുടെ നീയത്തിനനുസരിച്ചുള്ള കൂലി നീ കൊടുക്കണേ തമ്പുരാനെ. ഒരു മിസ്കീൻ വിചാരിക്കുക, റബ്ബ് എൻ്റെ അടുത്ത് ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ വഫിയ കോളേജിൻ്റെ ആ ഒരു ബ്ലോക്കിൻ്റെ കെട്ടിടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ 10 ലക്ഷം കൊടുത്ത കൂലിയാണ്. അതുള്ളവർ പറഞ്ഞിട്ട് വെറുതെ കൂലി കിട്ടൂലേ, കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇല്ലാത്തവർക്ക് നെയ്യത്തിന് കൂലിയുണ്ട്. ആരും കടം വാങ്ങിയിട്ടും അടുത്തുള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊന്നും കൊടുക്കണ്ട. അവനവൻ്റെ ഹലാല് പൊരുത്തുള്ളത് കൊടുത്താൽ മതിയേ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. ഇതൊരു നിർബന്ധവുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും ഒരു പ്രയാസം വിചാരിക്കണ്ട. അങ്ങനെ കൊടുക്കാനൊന്നും തോന്നണില്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറൊക്കെ ഇടക്കിന് ചോദിച്ചു വരുമ്പോണ്ടല്ലോ, വിളവന്മാർ കൊടുക്കാൻ തിരിഞ്ഞു നോക്കാണ്ട് ഇപ്പുറത്ത് നോക്കിയിരിക്കണ ജനങ്ങൾക്ക് കൂടെ ആ ഒരു ഇരുത്തിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ല. അള്ളാഹു നമ്മുടെ ഈ സംവിധാനം, ഈ പരിപാടി കഴിഞ്ഞാലും നിങ്ങളുടെ സഹായം ഉണ്ടായാൽ മതി. നമ്മുടെ വഫിയ കോളേജ് നിങ്ങളുടെ ചിന്തയിലും, നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ കുറച്ച് മക്കളല്ലേ ഉള്ളൂ, അവർക്കൊരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ, വഫിയ കോളേജിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആ കോളേജിലേക്ക് നമ്മുടെ മക്കൾക്കൊരു ഭക്ഷണം കിടക്കട്ടെ. ഒരു സദ്യ നടക്കുകയാണ്, അതിലേക്ക് ഒരു ഇച്ചിരി അരിയല്ലേ ഏറെ വേണ്ടു. ഹുസൈനാജിയോട് വിളിച്ചു പറയാം, പിന്നെ നാളത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവരാം കേട്ടോ മക്കൾക്ക്. എന്ത് സന്തോഷം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീട്ടിൽ നോക്കുന്ന പോലെ ഒരുപാട് നാടുകളിൽ നിന്ന്, തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്ന് വരെ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരെ പഠിക്കുന്ന മക്കൾ. കാസർഗോഡ് ജില്ലയിൽ നിന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? കോഴിക്കോട് ഇതിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മക്കൾ വരെ ഇവിടെ പഠിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് വന്നൊരു ഉസ്താദിനെ കണ്ടു, അവരുടെ മോള് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്ന അതിഥികളല്ലേ. 1,00,000 രൂപ ഒരു സഹോദരൻ. അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. 2 ലോകത്തും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അള്ളാഹുവിന് വേണ്ടി പരലോകത്ത് അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷയും ഈമാനുമുള്ളവർക്ക് ഈ ദാനം ചെയ്യാൻ കഴിയും. ഖബൂൽ ചെയ്യട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ തർബിയത്തിന്റെ ശൈഖായിരുന്നു. ഹാത്തിമുൽ അസ്വം എന്നവരുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹാത്തിമുൽ അസ്വം തങ്ങളോട്. ഇദ്ഹബൂ ബിനാ നസ്അലുഹു അൻ സ്വലാത്തിഹി. ഹാത്തിമുൽ അസ്വം എന്നവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെന്നു. മഹാനായ ആസിം ഇബ്നു യൂസുഫ് എന്നവർ പറയുന്നു, ഹാത്തിമുൽ അസ്വം
എന്നാലും ആ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും മനോഹരമായിട്ട്, അത് ചിലർക്ക് അങ്ങനെയാണ് ഒറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതാൻ അറിയും, നിർത്തിയിട്ട് മെല്ലെ മെല്ലെ ഓദിക്കാന്ന് പറഞ്ഞാൽ പഴക്കും. അതങ്ങനെ ശീലിച്ചത്. പിന്നെന്ത് യാസീനൊക്കെ പതുക്കെ ഓതിയാൽ പഴക്കണം. എത്ര ആൾക്കാരുണ്ടെന്നറിയോ? കാരണം ആ സ്പീഡിൽ പോകുമ്പോഴേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ശീലിച്ചു പോയി. നമ്മളങ്ങനെ ആരും ശീലിപ്പിക്കല്ലേ, നമ്മുടെ ശീലങ്ങൾ മാറ്റം ചെയ്തേക്ക്. വിശുദ്ധ ഖുർആനിനെ തഖറഉ ബിത്തർതീൽ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും നല്ല ചുറുക്കൽ ഓതിക്കൂടെ? അള്ളാഹുവിൻ്റെ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധമായ പാരായണം നടക്കുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് വിളക്കുമായി വളരെ മനോഹരമായൊരു മേഘം ഇറങ്ങി വന്നത്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴാണത്. നിങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വന്നതാണ്. നിങ്ങൾ നേരം പുലരുന്നവരെ അത് ഓതിയിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകളെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിഹ ഏത് സൂറത്താവട്ടെ മനോഹരമായിട്ട് ഓതുക. തഖറഉ ബിത്തർതീൽ നിസ്കാരത്തിൽ നിർബന്ധമായും അള്ളാഹുവിനോട് ഭയപ്പാടോടുകൂടെ യജമാനനായ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരടിമ മുട്ടുമടക്കി നിൽക്കുന്ന പോലെ നിങ്ങൾ ഊര വളച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുട്ടുപിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുന്ന നൃത്തമാണത്. നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു അടിമയെ ഉടമസ്ഥൻ വണങ്ങട എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഒരു വണക്കത്തിനെങ്കിലും ഒരു പേടി ഉണ്ടാവും. അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? മുഅ്മിനെ, ആ റുക്കൂയിൽ നമുക്ക് ആ രസം തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വണങ്ങുകയാണ്. അള്ളാഹുവേ, ഞാൻ എല്ലാറ്റിനേക്കാളും നിസ്സാരമാണ് റബ്ബേ, നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഒന്നുമല്ല. മുഖമുയർത്തി നടക്കുന്ന മനുഷ്യൻ്റെ ആ മുഖമാണ് മണ്ണിലേക്ക് വെക്കുന്നത് സുജൂദിന് വേണ്ടി. 7 ഹർഫുകളിലാണ് സുജൂദെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയും 2 കൈപ്പള്ളകളും കാലിൻ്റെ മുട്ടുകളും 2 കാലിൻ്റെ വിരലുകളും ഖിബിലയിലേക്ക് ചേർത്ത് വെച്ച് വളരെ മനോഹരമായി വിനയത്തോടെ കിടക്കുന്ന കിടത്തമാണത്. പച്ച മണ്ണിൽ സുജൂദ് ചെയ്താൽ അല്ലേ, ജുഅലത്തിൽ അർളു മസ്ജിദൻ വതുഹൂറാ, അല്ലാഹുവിൻ്റെ ഭൂമി ലോകം അല്ലാഹുവിനിക്ക് മസ്ജിദായും നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമായും ശുദ്ധിയുള്ളതായും അല്ലാഹു മാറ്റി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അമ്പിയാക്കന്മാർക്കില്ലാത്ത ഹബീബിന് പ്രത്യേകമായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വജുഅലത്തിൽ അർളു മസ്ജിദൻ വതുഹൂറാ. ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? ഖിബിലയിലേക്ക് തിരിഞ്ഞ് കാര്യമായ നജസൊന്നും കാണില്ല, നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കുണ്ട് വസ്വാസത്തിൽ, ഒരു നായ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുമല്ലോ, നീ കണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. അവിടെ നജസ്സുണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ. ഉണ്ടാവുമല്ലോ, നീ കണ്ടോ? വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ജുഅലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ. ആ പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ തലവെക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ട്. അതൊരു പക്ഷേ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ പള്ളിൻ്റെ ഉള്ളിലും കാർപ്പറ്റിലൊക്കെ സുജൂദ് ചെയ്യുമ്പോഴേ ആ മണ്ണിൽ വെക്കണ രസം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആ സുജൂദിൻ്റെ അർത്ഥം കൂടെ മറന്നു പോവുക. ഏതെങ്ങനെ ഒരു പണി, ഇമാമ കുമ്പിട്ടിക്കണേ, നമ്മളെ കുമ്പിട് തന്നെ. ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഈ സാധനം മണ്ണിലേക്ക് വെക്കുകയാണ്. എൻ്റെ തല താഴെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്റെ താഴെയാ റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാ. അപ്പൊ പറയുന്ന ദിക്റെന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, നീ ഏറ്റവും മീതയാണ്. ആ ദിക്റിന്റെ ബന്ധം നോക്കൂ. നമ്മൾ താഴെയാണ്, അല്ലാഹു മീതയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. വതർഫഉ ബിസ്സുന്ന, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ പരിശുദ്ധമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. വതഷ്ഹദു ബിൽ ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രം മനസ്സുകൊടുത്ത് അത്തഹിയാത്ത് ചൊല്ലുന്നു. വതുസല്ലിമു ബിർറഹ്മ, ചുറ്റുപാടേക്കും അള്ളാഹുവേ നിന്റെ റഹ്മത്ത് നൽകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും എൻ്റെ മുമ്പിലും പിന്നിലുമുള്ള സർവർക്കും സർവരിലും അള്ളാഹുവേ റഹ്മത്ത് ചെയ്യണമേ എന്ന രീതിയിലുള്ള നിസ്കാരം. ഇതാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള മിനിമം മഅരിഫത്ത്, മിനിമം അറിവ്. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി എന്താണ് നമ്മൾ, എങ്ങനെയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരിക? ഞങ്ങൾ അറിഞ്ഞു ഹാത്തിമേ,
എങ്ങനെയാണ് നിസ്കാരം എന്ന് മനസ്സിലായി. ഹാദിഹി തഅദിയ, ഇങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടതെന്നറിഞ്ഞു. ഫമൽ മഅരിഫ, ഇത് നിസ്കാരം നിർവഹിക്കേണ്ട രീതിയാണ്. എന്താ പിന്നെ നിസ്കാരത്തിൽ ആലോചിക്കേണ്ടത്? നമ്മൾ പറയില്ലേ, റബ്ബേ കൈ കെട്ടുമ്പോഴേക്കും അങ്കമാലി പോയി വരിക, കൈ കെട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലുവയിൽ ട്രിപ്പടിച്ച് വന്നു, റഹ്മാനായ റബ്ബേൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ പോയി വരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത് അല്ലേ, ബ്രസീലിൽ പോയി വരുന്നു. സുബ്ഹാനല്ലാഹ്, ആകെ 5 മിനിറ്റ് നടന്നിട്ടില്ല. എയർപോർട്ടിലേക്ക് നടന്നെത്താനോ ഫ്ലൈറ്റിനോ കാറിനോ എത്തേണ്ട നേരമായിട്ടില്ല. ലോകത്തിൻ്റെ എല്ലാ കളിസ്ഥലത്തും പോയി വന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്തേക്ക് മാത്രം എത്തിയില്ല. ഇതാ നമ്മുടെ കഥ. എന്നിട്ട് നമ്മൾ പറയും അള്ളാഹ് കൂലി തരണേ, പഠിച്ചോനെ നിസ്കാരം സ്വീകരിക്കണേ. നമ്മളൊരു മെമ്മോറാണ്ടം ഒരാൾക്ക് കൊടുക്കുകയാണ്, ഒരു മന്ത്രിക്ക്. സങ്കല്പിക്കുക, ഒരു ഉദാഹരണം പറയാം. ഇത് നിങ്ങളുടെ ഒരു നിവേദനമാണ്. ഇത് ഹുസൈനാജി മന്ത്രിയായി നമ്മൾ സങ്കല്പിക്കുക. അജരെ നിങ്ങൾ വരി, കാര്യമായ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പോണ വഫിയ കോളേജിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റേഷൻ അനുവദിക്കണം. ഒന്നുമില്ല, TH മുസ്തഫ സാഹിബ് പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രിയല്ലേ, എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. ദാറുൽ ഹുദയിൽ റേഷൻ അരി പാസ്സാക്കി തന്നത് അദ്ദേഹമാണ്. ആ ചോറൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഈ നിവേദനം തരാം, അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ, നിങ്ങൾ മന്ത്രിയാണ് കേട്ടോ, എന്നാ പിടിച്ചോളി. ഇങ്ങനെ ഞാൻ കൊടുത്താൽ, ഞാൻ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഏൽപ്പിച്ചാൽ ഏതാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിക്കുക? ആദ്യം കൊടുത്തതോ രണ്ടാമത്തേതോ? രണ്ടാമത്തേത്. നമ്മുടെ ഒക്കെ നിസ്കാരം പറഞ്ഞ പോലെ നിവേദനമൊക്കെ ഭയങ്കര നിവേദനം. നരകത്തുനിന്ന് കാക്കണേ, സ്വർഗം തരണേ, ഇതൊക്കെ അള്ളാൻ്റെ അടുത്ത് കൊടുക്കണത്. ഇങ്ങനെ മുഖം തിരിച്ച് അള്ളാഹുവിനെ നോക്കാതെ. അള്ളാഹു പുറത്തു തരട്ടെ. എത്രയോ നിസ്കാരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടി വരുന്ന നിസ്കാരങ്ങൾക്ക് തൗബ ചെയ്യേണ്ടി വരും. റബ്ബേ, ഞാൻ ചെയ്തത് മഹാ മോശമായി പോയില്ലേ, ഒരു VIP-യോട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് മുഖം നോക്കാതെ ഞാൻ പോകുന്നില്ലേ, ചെയ്യാൻ പാടുണ്ടായിരുന്നു അത്. എത്ര ഇസ്തിഗ്ഫാറുകൾക്ക് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വരുന്ന, എത്ര ദുആകൾ നമ്മൾ അലസമായി നിന്നതിന് അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരും. എത്ര നിസ്കാരം യാ റബ്ബ്. മഹാനായ ഹാത്തിമുൽ അസമ്മുതങ്ങൾ നിർവഹിക്കേണ്ട രീതി പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിസ്കാരത്തിൽ എന്താണ് ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിന് മധുരം വരിക. ഈ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നാളെ ഒരു സുബഹി നിസ്കാരത്തിന് നമുക്ക് ആയുസ്സുണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ ഇഷ കഴിഞ്ഞു, സുബഹി ഉണ്ടോ അല്ലാഹു അല. നമ്മൾ ചിലപ്പോൾ ഖബറിലേക്കായിരിക്കും പോവുക. ഓരോ നിസ്കാരവും നിർണായകമാണ്. നബി തങ്ങൾ അതുകൊണ്ടാണ് സ്വല്ലു സ്വലാത്തൽ മുവദ്ദിഅ, ഈ ലോകത്തോട് ഗുഡ് ബൈ പറയുന്ന പോലെ, ഈ ലോകത്തോട് യാത്ര പറയുന്ന, ഇനി ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല കേട്ടോ, ഇനി ഖബറിലേക്ക് പോവുക എന്ന രീതിയിലാണ് ഓരോ വക്തും നിസ്കരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം ആലോചിച്ചാൽ അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. ഇദാ ഖുംത ഇലൈഹ, മഹാനായ ഹാത്തിമുൽ അസം എന്നവർ ഏറ്റവും വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്, സർജറി ചെയ്യുന്ന ആളാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലെ അവരൊക്കെ കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകളാണ്. ഡോക്ടർ പേരെന്താണ്? ഡോക്ടർ അബ്ബാസ് സാഹിബ്. നമുക്കൊരു ഫിസിഷ്യനാണ് അബ്ബാസ് സാഹിബ്. ഒരുപാട് നമ്മുടെ നാടുകളിലെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന സഹായിയാണ് അല്ലേ. ഒരു ഡോക്ടർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നമ്മളൊക്കെ ഫീസും കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ ഒരിക്കലെങ്കിലും തനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ ചെന്ന് കണ്ടൊരു നന്ദി പറയാൻ, ഡോക്ടറെ അന്ന് സുഖമില്ലാതെ വന്ന് പിന്നൊന്ന് കാണാൻ പറ്റിയിട്ടില്ല, ഒരു നന്ദി പറയാൻ, ഒന്നിലൊരു സന്തോഷം, എന്തെങ്കിലും ഒരു സന്തോഷം അവർക്ക് കൈമാറി ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു ഹദിയ കൊടുത്തിട്ട്, ഇതാ ഡോക്ടറെ നിങ്ങളാ ചെയ്ത സേവനം, നിങ്ങൾ എന്നോട് ചെയ്ത ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഐ റിസർവ് മൈ താങ്ക്സ്, ഒരു നന്ദി പറയേ. അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതാണ്. ഹൃദയങ്ങളുടെ സർജറി ചെയ്ത മഹാൻ, എങ്ങനത്തെ ഫിസിക്കൽ സർജറി അല്ലേ ഞാൻ ഈ പറയുന്നത്. ഹസനുൽ ബസ്വരിയെ പോലെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യും അവർ. കൽബിലേക്ക് നോക്കിയിട്ട് പറയും നിൻ്റെ കൽബിന് അസുഖമുണ്ട് എന്ന്. കിബിർ, ഹസദ്, അസൂയ, കണ്ടുകൂടായ്മ, നിഫാക്ക്, കാപട്യം, ഇതൊക്കെ നോക്കി പറയാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകളാ ഹസനുൽ ബസ്വരി തങ്ങൾ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ, ഹാത്തിമുൽ അസം തങ്ങൾ, ഷഖീഖുൽ ബൽഖി തങ്ങൾ, ഇബ്രാഹിം അദ്ഹം തങ്ങൾ, ഇവരൊക്കെ മഹാന്മാരാ. മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങൾ, യാ അല്ലാഹ്. മഹാനായ ഹാത്തിം എന്നവർ പറയുന്നു, ഫഅലം അന്നല്ലാഹ ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. ഇനി പറയുന്നത് 1000 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ്. ഇത് മാത്രമാണ് ഓർത്താൽ, നിങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ. ഇദാ ഖുംത ഇലൈഹാ, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ,
കാര്യം പറയാം, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചെയറിട്ട് നിസ്കരിക്കാൻ പാടില്ല. എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്ത് നിസ്കാരം. എണീക്കാൻ പറ്റുന്നവന് ഇരുന്ന് നിസ്കരിക്കുക, കൂലി പകുതി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഫർളിന് നിന്നേ പറ്റൂ, നിൽക്കാൻ കഴിയൂ. അൽ ഖായിം, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം. നമ്മളെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായി തുടങ്ങി. ഇനിയിപ്പം ചർച്ചുമാരി ബെഞ്ചും ഡെസ്ക് കൊണ്ടേ വരുമെന്നാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു കുഴപ്പമില്ല, ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, കൂളായിട്ട് ഓടിച്ചാടി നടക്കുക. ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക, നിസ്കാരത്തിന് എത്തുമ്പോൾ ഊരക്ക് വയ്യ. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ആരോഗ്യക്ക് വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല. ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ. ഫർളായ നിസ്കാര, നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ. ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കുമോ? ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ? ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാം. അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ടിരിക്കേ, ഒരു കുഴപ്പമില്ലാതെ അത് ചെയ്യല്ലേ. ആലോചിച്ചാൽ മതി. നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗൗരവതരം എത്രയാണെന്ന്. ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കണേ, അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റൂ, ഒരാളോടെ 1 to 1 അല്ലേ. ഞാൻ ഹുസൈനാജിയോട് സംസാരിച്ചു, ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല, അത് നിർത്തിയിട്ട് വേണം പറയാൻ. അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. സൃഷ്ടികൾക്ക് 1 to 1 പറ്റൂ, അള്ളാഹു 1 to ബില്യൺ ഒരേ സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു തആല ചെയ്തു തീർക്കും. കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 അള്ളാഹുവിന് കൺവേഴ്സ് ചെയ്യാൻ കഴിയും. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. അള്ളാഹു തആല നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്, നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അള്ളാഹു നിന്നെ കേൾക്കുകയാണ്. ഫഅഖ്ബിൽ അലാ മൻ ഹുവ മുഖ്ബിലുൻ അലൈക. നിന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മ വരണേ. എന്നിട്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ, കരുണാനിധിയായ, എല്ലാം തന്നവനായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത്. നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത്. നീയാണ് അവരുടെ കരങ്ങളിൽ, അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടുകൊടുക്കാനുള്ള അവസരം നൽകിയത്. നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ. നീ റബ്ബുൽ ആലമീനാണ്, അർ-റഹ്മാനിർ റഹീം. എന്നാലും നീ കാരുണ്യവാൻ തന്നെ, നീ കരുണാവാരിധിയാണ് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കാരുണ്യവാനായ റബ്ബേ, ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ. ഒരു മഖ്ലൂക്കിനും മഖ്ലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ. സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി, അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം. നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല റബ്ബേ. വലല്ലാലീൻ. പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക നബിയേ, അല്ലാഹു ഏകനാണ്, ഒരേ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്. എൻ്റെ റബ്ബിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ലം യലിദ് വലം യൂലദ്. അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ, നിന്റെ ഈ ലോകത്തില്ല റബ്ബേ. നീ ഒരേ ഒരുത്തൻ. നിന്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അക്ബർ. നീ വലിയവനാണ് അല്ലാഹുവേ. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. മഹോന്നതനായ റബ്ബേ, നിന്റെ മഹോന്നതി ഞാൻ ഉയർത്തി പറയുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാന. സുബ്ഹാന എന്നതിന് പ്രത്യേകത ഉണ്ട്.
നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് സുബ്ഹാനല്ലാഹ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഇതൊക്കെ കേരളത്തിൻ്റെ റോഡുകളിൽ ചൊല്ലിയിട്ടില്ലേ പിന്നെ ഏത് നാട്ടിലാണ് വീട് ചൊല്ലുക? താഴെ ഇറങ്ങുമ്പോൾ ഇറക്കം വിടുമ്പോൾ സുബ്ഹാനല്ലാഹ്. എന്തെന്നറിയോ? സുബ്ഹാൻ അർത്ഥം എന്താ? അല്ലാഹുവേ, യു ആർ ട്രാൻസെൻഡ്. അല്ലാഹുവേ, നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബേ. ഇറക്കെന്ന് പറഞ്ഞൊരു താഴ്ചയല്ലേ, നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബേ, നീ മീതയാണ്. നമ്മൾ കയറ്റം കയറാണ്. അടിമാലി എത്തന വരെ ചൊല്ലാം, കോതമംഗലം വിട്ടാൽ അല്ലേ, നേര്യമംഗലം വിട്ടാൽ അല്ലാഹു അക്ബർ. ബസ്സിലൊക്കെ വെറുതെ ഇരിക്കല്ലേ, തക്ബീർ അല്ലാഹു അക്ബർ. അല്ലാഹ് മെല്ലെ ചൊല്ലിക്കോ, അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട, മെല്ലെ ചൊല്ലിയാൽ മതി. അല്ലാഹു അക്ബർ, നീ വലിയവനാ റബ്ബേ. നമ്മൾ കയറ്റം കയറുമ്പോൾ മേലോട്ട് പോവുക. റബ്ബേ, ഞങ്ങൾ മേലോട്ട് പോയാൽ ഇതൊന്നൊരു മേലയല്ല, നീയാണ് ഏറ്റവും മീതയുള്ളത്. അല്ലാഹു അക്ബർ. നമ്മൾ റുക്കൂൾക്ക് പോവുക, അതൊരു ചെരിവാണ്, ഒരു താഴ്ചയാണ്. സുബ്ഹാന റബ്ബേ, നിനക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ല റബ്ബേ, നീ മീതയാണ്. സുജൂദും താഴെയാണ്. റബ്ബേ, നീ താഴെ പോകുന്നില്ല. സുബ്ഹാന, നിൻ പരിശുദ്ധനാണ്. ആ രണ്ട് പൊസിഷനിലുമുള്ള ദിക്റിന്റെ പ്രത്യേകത നോക്കൂ. ആ ആശയവും നമ്മുടെ കുനിയലും സുജൂദും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വഅലം, അറിയണം, ബിഅന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും ബിക. അറിയണമേ, അള്ളാഹു നിൻ്റെയോട് വളരെ അടുത്ത് നിൽക്കുകയാണ്. അള്ളാഹു മക്കത്താണ്, അങ്ങനെ വിചാരിക്കേണ്ട. അള്ളാഹുവിനെ ഒരു ഖൽഖിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. അള്ളാഹു ആകാശത്താണെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലയോ? ഐനല്ലാഹ് ഫിസ്സമായി. നമ്മുടെ ഇൽമുൽ കലാമിൽ, നമ്മുടെ അഖീദയുടെ ആലിമീങ്ങളുടെ ഇടയിലുള്ള ചർച്ചയാണ്. ആകാശം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടികൾക്ക് അതീതനാണ്. അപ്പോൾ ആകാശം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കിന് മാ സമാ വഅല, ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും. അള്ളാഹുവേ, നീ ഉന്നതിയിലാണ്, അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിലേക്ക് വരില്ല. വഅലം ബിഅന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും മിൻക. അല്ലാഹു നിന്റെ മുമ്പിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഇൽമു കൊണ്ടും നിന്റെ മുമ്പിലുണ്ട്. അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അള്ളാഹു എല്ലായിടത്തുമുണ്ട്. എങ്ങനെ? അള്ളാഹിൻ്റെ ശരീരം കൊണ്ടെന്ന് പറയരുത്. ബിഇൽമിഹി വഖുദ്റതിഹി വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ അധികാരം കൊണ്ട്, അവൻ്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അങ്ങനെ മറുപടി പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ ദാത്തിനെ ഒരു സൃഷ്ടിയിലേക്കും ബന്ധിപ്പിക്കുക പാടുള്ളതല്ല. അത് നമ്മുടെ അഖീദയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആ അല്ലാഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ പ്രധാനപ്പെട്ട നരമ്പാണ് കണ്ഠനാടി. ആ കണ്ഠനാടിയേക്കാളും അല്ലാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ മസ്ജിദിലും നമുക്ക് അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയണം. നമ്മുടെ പള്ളി, നമ്മുടെ വീടുകളിൽ മുസല്ലകൾ ഉണ്ടാകാം. ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ, അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അള്ളാഹു മുമ്പിലുണ്ട്. ആലോചിച്ച് നോക്കൂ, അള്ളാഹു അരികത്തുണ്ട്. ഖാദിറുൻ അലൈക, അള്ളാഹു നിന്റെ മേൽ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന ഓർമ്മയിൽ നിസ്കരിക്ക്. ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ അൻ തഖൂം. ഇത് വല്ലാത്ത അത്ഭുതമുള്ള വാക്കാണ്. റുക്കൂഇലേക്ക് പോയാൽ ഇനി ഞാൻ ഖിയാമിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. യാ റബ്ബ്, പഠിച്ചോനെ, എന്താ നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഡേറ്റ് കൊടുക്കും 2-3 കൊല്ലപ്പുറത്തേക്കൊക്കെ. ആരുണ്ട്, എന്തുണ്ട്, അല്ലാഹു അഅലം. ഞാൻ പറയാറുണ്ട്, ഡേറ്റൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുണ്ടോ ആരുണ്ട് എന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ പറ്റുമോയെന്നറിയില്ല. ആയുസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം, അങ്ങനെ പറയാം. എന്നാലും നാണക്കേടാണ്. ഉസാമ റളിയല്ലാഹു അൻഹു 2 ആഴ്ചത്തേക്കൊരു സാധനം വാടകക്കെടുത്തപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഉസാമാല തൊവീലുൽ അമൽ. ഉസാമയുടെ ആ ഒരു അത്യാർത്ഥി വല്ലാത്ത 2 ആഴ്ച ജീവിക്കുന്നല്ലേ ആ പ്രതീക്ഷിച്ചത്. സുബ്ഹാനല്ലാഹ്, അഫാനല്ലാഹ്, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്താ ചെയ്യാം? ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ ലൻ തഖൂം. റുകൂഇലേക്ക് പോകുമ്പോൾ എഴുന്നേൽക്കുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ. വമസ്സിലിൽ ജന്നത അൻ യമീനിക. ഇത് എളുപ്പമാണ് ചിന്തിക്കുക. നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ. വന്നാറ അൻ യസാരിക, ഇടതു ഭാഗത്ത് നരകമാണെന്നും ചിന്തിക്കുകയാണ്. നമ്മൾ സ്വർഗവാതിലുകൾ തുറന്നു കിടക്കുകയാണ്. കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദങ്ങൾ കേൾക്കുകയാണിവിടെ.
വസ്സിറാത്തു തഹ്ത ഖദമൈക, നിന്റെ കാലിന്റെ താഴെ സിറാത്ത് എന്ന് പറയുന്ന ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദ മിനസ് സൈഫി വഅഖഫ മിനശ് ശഅരി എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഹബീബിന്റെ ഹദീസിൽ വന്ന വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം. ഫഇദാ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഅൻത മുസല്ലിൻ, അതാണ് നിന്റെ നിസ്കാരം, അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൊടുത്തു മാഷാ അല്ലാഹ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് അല്ലേ? ഫ്രീ ആണ് അല്ലേ? സമ്മേളനത്തിന് കടല കച്ചവടം നടത്തി, വെള്ള കച്ചവടമൊക്കെ നമ്മൾ വിചാരിക്കും സ്വലാത്തിൻ്റെ വാർഷികം കൂടിയാണ്. മാഷാ അല്ലാഹ്, അതൊക്കെ നല്ല കാര്യമല്ലേ? അൽഹംദുലില്ലാഹ്. ഭക്ഷണം പാക്കിങ്ങൊക്കെ ഓക്കെ അല്ലേ? ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ ഒന്നും കേടുവന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. റാഹത്ത് ബിസ്മി ചൊല്ലി കൊടുത്തേക്ക്, വലതു ഭാഗത്ത് തുടങ്ങിക്കോളി. ബിസ്മില്ല ആരംഭിക്ക്. അൽഹംദുലില്ലാഹ്. അത് ഫ്രീ ആട്ടോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് ഭയങ്കര സംഭവമായല്ലോ. ആരൊക്കെ ഇതിന് സഹായികളായോ അവർക്കൊക്കെ അല്ലാഹു അർഹമായി കൂലി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ആമിർ ഇബ്നു ഖൈസ് തങ്ങളോടാണ് ഇങ്ങനെയാണ് നിസ്കാരമെന്ന് മനസ്സിലായപ്പോൾ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അമാ തസ്ഹൂഫി സ്വലാത്തിക. ആമിർ ഇബ്നു ഖൈസേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഒരു വേറെ ചിന്തയൊന്നും വരില്ലേ? നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും ഉണ്ടാവില്ലേ? നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, അവ ഹദീസുൻ അഹബ്ബ ഇലയ്യ മിനൽ ഖുർആനി ഹത്താ അഷ്തഗില ബിഹി. അല്ലാഹുവിൻ്റെ ഖുർആൻ ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഈ വചനത്തെക്കാളും ഇഷ്ടമുള്ള വല്ലതും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഹൈഹാത ഹൈഹാത് മുനാജാത്തുൽ ഹബീബ് തസ്തഗ്രിഖുൽ ഇഹ്സാസ്. മഹ്ബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു. മഹ്ബൂബിനോട് സംസാരിക്കുമ്പോൾ, അതാണ് കാമുകന്മാരൊക്കെ ഉമ്മയും വാപ്പയും കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് അവസാനിക്കുക. എന്താണ് പറയാനുള്ളതെന്ന് ഓൽക്ക് തന്നെ അറിയുള്ളൂ അല്ലേ? കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര ആവേശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറയും, അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാണ്, ഇപ്പം എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണ പോലും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? കുറച്ചെങ്കിലും ബാക്കി വെക്കാനുണ്ടാവണമെന്ന്. എല്ലാ കഥയും പറഞ്ഞ് തീർക്കരുത്. സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ഒരു ചെറിയ ഒരു 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 കൺഫ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ട മുമ്പ് നിങ്ങൾ തേനെ പൊന്നെ പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറൈൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട. കാരണം ആ പറയണതൊക്കെ നുണയാണ്. ആദ്യം പറയാം നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലാട്ടോ, ഓന് പാസ്പോർട്ട് വരെ വാങ്ങാനുള്ള വകുപ്പുണ്ടാവില്ല. പക്ഷെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ പറയും നമ്മൾ 300 രൂപയ്ക്ക് ചായ കിട്ടേണ്ട കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ, നമ്മൾ അവിടെ വന്നിട്ടാകാരം നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ്. ആയിക്കോട്ടെ, നടക്കാൻ പോണില്ല എന്ന് അവനും അറിയാം, അവൾക്ക് ഒരു ആഗ്രഹം. കേട്ട് നല്ലതല്ലേ കേൾക്കണത്. ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ അയക്കണ കഥ പറഞ്ഞിട്ടില്ലേ? 1 ലക്ഷം രൂപയിൽ അമ്മായിമ്മക്ക് ഇത്ര, നിങ്ങൾക്ക് ഇത്ര, അനുജന് ഇത്ര, അതൊക്കെ തരാനാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ അടുത്ത് ജോലി വരെ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ വക പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹഖീഖത്തല്ല. അതിനാണ് നിക്കാഹ് അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളൂ. അവനവൻ്റെ കയ്യിൽ കിട്ടിയാൽ, വിവാഹം ചെയ്ത് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആവേശമൊക്കെ പോവും. അതാണ് ഈ ചാടിപ്പോണ കുട്ടികളൊക്കെ 6 മാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത്. ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരു 6 മാസം 3 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുവരെ ഇവർക്ക് തോന്നും, റബ്ബേ ഇവൻ എൻ്റെ ജീവനാണ്. മൈ താരെ തോടുക്കെ ലാവുങ്ക, മൈ ദുനിയ ഘുമാവുങ്ക, മൈ തുമേ ചാന്ദിലെ ജാവുങ്ക, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ വെറുതെ പറയാം. ഓട്ടോറിക്ഷ വെച്ചിട്ട് അങ്കമാലിക്ക് പോകാൻ വകുപ്പുണ്ടാവില്ല. പക്ഷേ ഈ വർത്തമാനങ്ങളാ പറയാം. അതുകൊണ്ടാണ് അല്ലാഹു ചാല അത് വേണ്ട, ആ വക സോഫ്റ്റ് കോർണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിൻ്റെ ഭാര്യയോട് അവൾ നിൻ്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കണത് പറഞ്ഞാൽ മതി. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാര്യം നടക്കണിൻ്റെ മുമ്പ് അതൊക്കെ പറയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഡേറ്റിംഗ്, ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ്
പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ്. അശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. പ്രേമിച്ചവർ നടക്കുന്ന നടത്തം കണ്ടാൽ അത് മനസ്സിലാവും. നോക്കണം, മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും? മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, നിസ്കരിക്കുമ്പോൾ മടുപ്പ് തോന്നി, ഞാൻ എൻ്റെ മെഹബൂബായ റബ്ബിനോടാണ് സംസാരിക്കുന്നത്. ഒരു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് മടുപ്പ് വരാമെന്ന് ചോദിക്കേ? ഞാൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ വചനമല്ലേ? ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ? ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന് ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടിയാണിത്. ആ മധുരം അറിഞ്ഞപ്പോഴാണ് മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ അതാ ഇബ്നു യസാർ എന്ന് പറയുന്ന സഹോദരനുണ്ട്, മുസ്ലിം ഇബ്നു യസാർ. രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ലാ യൽതഫിതു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഗ്ദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോൾ, പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോൾ മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിൻ്റെ ഘോര ശബ്ദം കേട്ടിട്ട് പോലും നിസ്കാരം മുറിക്കാതിരുന്ന ആളായിരുന്നു. ആ മഹാൻ വീട്ടിലേക്ക് വരുമ്പോൾ നിസ്കാരത്തിൻ്റെ മുസല്ല വിരിച്ച് വീട്ടിലെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും പറയും, ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം, ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം. എന്തേ? നമ്മൾ വർത്തമാനം പറഞ്ഞാൽ വാപ്പ കേൾക്കാൻ പോണില്ല. നമ്മളെന്താ പറയുക? നിസ്കരിക്കട്ടോ, മുണ്ടല്ലേ വാപ്പ നിസ്കരിക്കുക. എന്തേ? മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു പോകും. കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള ആരെങ്കിലും വർത്താനം, അപ്പോൾ നീ എപ്പോഴാണോ കേട്ടത്? ഞാൻ നിസ്കരിക്കുമ്പോഴാ പറഞ്ഞതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നിസ്കാരം! മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവർ പറയാ, മക്കളോട് പറയും, പിന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ട കഥയൊക്കെ പറഞ്ഞു കേട്ടോ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക, ഞാനത് കേൾക്കാൻ പോണില്ല. അതൊരു കോൺസെൻട്രേഷൻ അല്ലേ? നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ? അത്ഭുതമല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടില്ല. നമ്മൾ പറയില്ലേ, 50,000, 1,00,000, 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ആളുകളുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കാര്യം പറഞ്ഞു. ഏതൊരു പെൺകുട്ടി, കോഴിക്കോടങ്ങാനുള്ള കുട്ടി, കുറേ മനഃപ്പാഠം, വലിയ മെമ്മറിയിലൊരു കുട്ടീൻ്റെ കഥ വന്നല്ലോ. ഒരു പെൺകുട്ടി, ഒരു 8, 7 വയസ്സോ 6 വയസ്സോ ഉള്ളൊരു പെൺകുട്ടി ഇല്ലേ, കഴിഞ്ഞു പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര്, പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര്, എല്ലാ നദികളുടെ പേര്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാ? എനിക്കറിയില്ല അല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാ, വാദമൊക്കെ കേൾക്കുമ്പോഴേ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ 7 ലക്ഷം ഹദീസ് അല്ലെങ്കിൽ 10 ലക്ഷം ഹദീസ്, ഇമാമുന ഷാഫിഈ തങ്ങൾ സനദടക്കം 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് തോന്നിയിരുന്നു. ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി, ഇതുപോലെ അള്ളാഹു കൊടുത്ത മൗഹിബത്ത്, അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം, എന്ത് പ്രയാസം! നടക്കൂല എന്ന് ആര് പറഞ്ഞു? ഇതുപോലെയാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ ഏകാഗ്രതയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കണ്ടോ, പള്ളി പൊളിഞ്ഞു വീണിട്ട് അറിയാണ്ടിരിക്കേ. നമ്മൾ കൊതുകടിച്ചാൽ അറിയുന്നു, ഫാൻ ഓഫായി പോയാൽ അറിയുന്നു, ലൈറ്റ് പോയാൽ അറിയുന്നു, റോഡിലൂടെ ഒരു ജാഥ പോയാൽ ആ വിളിക്കുന്ന സർവ്വജാഥയുടെ വിളിയും നമുക്ക് മനഃപ്പാഠമാകുന്നു. പടച്ച റബ്ബേ, ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കേ, എൻ്റെ നിസ്കാരം അത് സാധ്യമോ? സാധ്യമാണ്. തെളിച്ചു കാണിച്ചു തന്നല്ലോ ചരിത്രം. മുസ്ലിം ഇബ്നു യസാർ എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ മധുരമറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞു തകർന്നു വീണത്, അറിയാതെ പോയത്. അത് സാധ്യമാണ്. മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ സുലൈമാനു തൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന മഅ്മറുൽ മുഅദ്ദിൻ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സുലൈമാനു തൈമി തങ്ങൾ ഓതുന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വളരെ മനോഹരമായി എല്ലാ രാത്രികളിലും അത് ഓതുന്നവർക്ക് ഖബറിൻ്റെ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. സൂറത്തു തബാറക മഹാനായ സുലൈമാനു തൈമി തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓതാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ 27-ാമത്തെ ആയത്ത് فلما رأوه زلفة سيئت وجوه الذين كفروا, അപ്പുറത്ത് ഓതാൻ പറ്റിയില്ല.
فلما رأوه زلفة سيئت وجوه الذين كفروا. കാഫിറുകളായ ആളുകൾക്ക്, ദൈവനിഷേധം നടത്തിയ ആളുകൾക്ക്, നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ, ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവപ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത്. നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും. ആ ആയത്ത് ഇങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു. ഫലമ്മാ റഅൗഹു സുൽഫ സീഅത് വജൂഹുൽ ലദീന കഫറൂ. കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർണമാകുന്ന രംഗം. മഹാനായ സുലൈമാൻ തൈമി തങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും, ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്ത് നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളുണ്ട്. മുസാഹബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ മഹാനായ സുലൈമാൻ തൈമി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വജൂഹുൽ ലദീന കഫറൂ. അതിനപ്പുറത്തേക്ക് ഓതാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ 6-7 മണിക്കൂർ നേരം ആ ഒരച്ചായത്തിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളോട് സുബഹിക്ക് വാങ്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ സുലൈമാൻ തൈമി തങ്ങൾ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞുപോയില്ല. മെഹബൂബുമായുള്ള സംസാരത്തിലാണ്, അള്ളാഹുമായുള്ള സംസാരത്തിലാണത്. ഇത് കാമുകന്മാരുടെ സംസാരം പോലെയല്ല. ഇത് ഒറിജിനൽ മെഹബൂബാണ്. ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി പോകില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുന്ന മെഹബൂബല്ല. ആ മെഹബൂബിന്റെ വാക്കുകളാണിത്. ഇമാം ഖസാലി തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടു തന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? ഇന്ന് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ, ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട്, കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ലേ? മഹാനായ ഖസാലി ഇമാം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരാൾ കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? അള്ളാഹുവിൻ്റെ 6236 വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും, ആ ഒരു സമയം പോലും അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ? എന്താ മുഅ്മിനേ ഈ വാക്കൊക്കെ? എന്താണ് ഈ ചിന്തകളൊക്കെ? നമ്മൾ ആലോചിച്ച് നോക്കിൻ. ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ. ലോ എന്ന ചെറുപ്പക്കാർ പറയാ, അല്ല യോൾട്ട്. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ഇനി പരലോക വരാനുള്ളത്. യു ഓൺലി ലിവ് വൺസ്, യോലോ. നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ്. 2 ജീവിതമുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ഈ ഇബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ. ഇനിയൊരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവാൻ. അല്ലാഹുവേ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു, എത്ര വാട്സപ്പ് വായിച്ചു, എത്ര സീരിയൽ കണ്ടു, എത്ര സിനിമ കണ്ടു, എത്ര ന്യൂസ് ചാനൽ വെറുതെ ചർവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു. അതിനിടയിൽ ഒരു പേജ് ഖുർആൻ ഓതാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ. ഇനിയൊരു അവസരം തരുമോ? യാ ലൈതഹാ കാനതിൽ ഖാദിയാ. പരലോകത്തേക്ക് വരുമ്പോൾ ദുന്യാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ജഹന്നം. അത് മനുഷ്യൻ വെറുതെ പറയാ. ഒരു ചാൻസ് തരുമോ? ആ ചാൻസ് കൊടുത്താലോ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹു തആല പറയാം, വെറുതെ പറയാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ പറയും, ഒരു ചാൻസും കൂടെ വെറുതെ അലിവ് തോന്നിയൊരു ചാൻസ് കൊടുത്താൽ അതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും. മനുഷ്യൻ അങ്ങനെയാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഒരു ജന്മം കൂടെ തരുമോ? ഇല്ല,
ഒരു ജന്മം ഒന്നേ ഉള്ളൂ. ഒരു ജന്മം കൂടെ തരുമോ റബ്ബേ? ഇല്ല, കഴിഞ്ഞു. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാനും അറിയാനും പഠിക്കാനും ഒരുപാട് സമയം, സാഹചര്യം, അറിവും വിവരവും ഞാൻ നൽകിയിരുന്നില്ലേ? അറിവുള്ളവർ പഠിപ്പിച്ചു തന്നില്ലേ? പഠിക്കാനുള്ള സ്ഥാപനങ്ങളും കോളേജുകളും നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് പോയി പഠിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ, ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. വെറുതെ നടക്കുമ്പോൾ യൂട്യൂബ് ഓൺ ചെയ്താൽ, ഏതെങ്കിലും ഇൽമിൻ്റെ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്താൽ ഈ കിതാബുകൾ, സോഫ്റ്റ് കോപ്പികൾ, ഹാർഡ് കോപ്പികളൊക്കെ ഇല്ലേ? പഠിക്കാമായിരുന്നില്ലേ? വായിക്കാമായിരുന്നില്ലേ? കേൾക്കാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് ചെയ്തില്ല? വജാഅകുമുൻ നദീർ. എൻ്റെ താക്കീതുകാർ വന്നപ്പോൾ നിങ്ങൾ അവരൊക്കെ കളിയാക്കി പറഞ്ഞല്ലേ? ദുസ്താദുമാർക്ക് അവർക്ക് വയറ് നിറക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞല്ലേ? ഇത് വിശുദ്ധ ഗ്രന്ഥമല്ലേ? അവർ പറയുന്നത് ഖുർആനല്ലേ? അവർ പഠിപ്പിക്കുന്നത് ഹദീസുകളായിരുന്നില്ലേ? ആ വചനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ വളരെ ഹീഡ്ലെസ് ആയിട്ട് കേട്ടു? എന്തുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടില്ല? എന്തുകൊണ്ട് കേട്ടില്ലെന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു നേരം, റബ്ബനാ അൽഹിംനാ ജവാബനാ. അള്ളാഹുവേ, ആ നേരത്ത് ഞങ്ങൾക്ക് മറുപടി പറയാൻ തുണയാകണേ റബ്ബേ. നിന്റെ കോടതിയിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ റഹ്മാനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, ഒരാളെ എങ്ങാനും അള്ളാഹു കണിശമായി ചോദ്യം ചെയ്താൽ കുടുങ്ങിപ്പോകും നബിയേ. എല്ലാവരും കുടുങ്ങിപ്പോകും നബിയേ. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? സ്കൂളിലേക്കോ മദ്രസയിലേക്കോ നേരം വൈകി വരുന്ന ഒരു വിദ്യാർത്ഥിനിയോട് അധ്യാപകൻ നേരം വൈകാനുള്ള കാരണം ചോദിക്കുന്ന പോലെ, അള്ളാഹു അങ്ങാനും നമ്മളൊക്കെ ചെയ്ത തെറ്റുകളോ പറ്റി നമ്മളോടതിൻ്റെ കാരണം നിരക്കി റബ്ബ് ചോദ്യം ചെയ്താൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നബിയേ? അള്ളാഹു കണിശമായി ചോദ്യം ചെയ്താൽ കുടുങ്ങിപ്പോകുമല്ലോ നബിയേ. പരിശുദ്ധ ഹബീബ് ആ നേരമാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, ഇന്നഹാ അർദുൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെ വഴിപ്പെട്ട് നടന്ന ആളുകൾക്ക് അർദുൻ അള്ളാഹു കാണിച്ചു കൊടുത്ത്, നീ ഇത് ചെയ്തോ, നീ ഇത് ചെയ്തതല്ലേ, നിനക്ക് നിഷേധിക്കാനുണ്ടോ? എൻ്റെ മലക്കുകൾ നീ ചെയ്ത നന്മ എഴുതി വെക്കാതെ പോയോ? നീ ചെയ്യാത്തതിൻ്റെ മലക്കുകൾ നിന്റെ പേരിൽ ചേർത്ത് വെച്ചോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, ഞാനത് ചെയ്തത് തന്നെയാണ്, പൊയ്ക്കോ, നിനക്ക് ഞാൻ മാപ്പ് തന്നു എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളോട് പറയുന്നു. ആയിഷ, ആ അറളാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു, അല്ലാഹുമ്മ ജഅൽ ഹിസാബനാ അറളാ. അങ്ങനെ അള്ളാഹു ഓശാരമായ മാപ്പ് നൽകി അള്ളാഹു പറഞ്ഞയക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മളെ സ്നേഹിക്കുന്നവർ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്നവര്, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവര്, അള്ളാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇതുപോലെയുള്ള വഫിയ സ്ഥാപനങ്ങൾ, ഇൽമിൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവെ പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ ഈ മജ്ലിസ് ഒരു നിമിത്തമാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ അറളുകൊണ്ട് സഹായിക്കണേ റബ്ബേ. അതൊരു ഹിസാബാക്കി മാറ്റരുതേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു രാത്രി മുഴുവൻ അവരുടെ നിസ്കാരങ്ങളിൽ ഓതിയത് ഒരായത്തായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഖാസിം ഇബ്നു മഅ്ന റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞങ്ങളുടെ മഹാനായ ശൈഖുന മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ അൽ ഇമാമുൽ അദം എന്ന് അൽ ഫിഖ്ഹുൽ അക്ബറിന്റെ രചയിതാവ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിച്ച ആദ്യത്തെ മഹാപണ്ഡിതൻ, ഫിഖ്ഹിന്റെ മസ്അലകൾ ലോകത്തിന് സമർപ്പിച്ച ആദ്യത്തെ മദ്ഹബിന്റെ ഉപജ്ഞാതാവ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമു അഹ്ലിർ റഅയ് എന്ന് പറയുന്ന എല്ലാ ആളുകളും, വമാ മിൻ ആലിമിൻ ഇല്ലാ ഹുവ അയാലുൻ അലാ അബീ ഹനീഫ, അബൂ ഹനീഫ തങ്ങളോട് കടപ്പാടില്ലാത്ത ഒരു ആലിമുമില്ല, ഒരു ഫഖീഹുമില്ല എന്ന് മഹാന്മാർ പറയുമായിരുന്ന ആ കർമ്മശാസ്ത്ര പണ്ഡിതൻ
ഒരു രാത്രി ചെലവഴിച്ചത് എന്ന് പറഞ്ഞ ഒരു ആയത്തിലാണ്. നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, ചെറുതായി കാണുകയുമല്ല. കർമ്മശാസ്ത്രം ഈ ഉമ്മത്തിന്റെ ദീനിന്റെ ഏറ്റവും നെടുംതൂണായ വിഷയമാണ് കർമ്മശാസ്ത്രം, ഫിഖ്ഹ്. ആ ഫിഖ്ഹ് പഠിക്കുന്നത് ലൂപ്പ് ഹോളുകൾ മനസ്സിലാക്കാനല്ല എന്ന് മനസ്സിലാക്കണം. ഫഖീഹായ ആൾ ഒരു ആബിദാകുന്നത് സോനെ പർ സുഹാഗ എന്ന് പറയാം, സ്വർണത്തിന് മേലുണ്ടാകുന്ന ചമൽക്കാരമാണ്. സാധാരണഗതിയിൽ ഫിഖ്ഹ് പഠിക്കുമ്പോഴേക്കും ഒഴിവ് കഴിവുകളും റുഖ്സകളും മനസ്സിലാക്കി ഇബാദത്ത് കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങളെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ശിഷ്യന്മാർ 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടെന്ന് പറയുന്ന ഒരു റിവായത്തിൽ 7 ലക്ഷം എന്ന് പറയുന്ന 50,000 കിലോമീറ്റർ ഹദീസിന്റെ ശേഖരണത്തിന് കാലുകൊണ്ട് നടന്നുപോയ മഹാനായ മുസ്നദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ടായപ്പോൾ ഒരു മുദർരിസ് പോലും അല്ലാതിരുന്ന, ഒരു ഹദീസിന്റെ റാവി പോലും അല്ലാതിരുന്ന, എന്നാൽ ആത്മീയമായ സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്ത ഈ ഉമ്മത്തിന് തസവുഫിന്റെ മാർഗത്തിലൂടെ തസ്കിയത്തും ആത്മപരിശുദ്ധിയും കൊടുത്ത മഹാനായ മുസ്തജാബു ദഅവയായിരുന്ന ഇറാഖ് കണ്ട ലോകം കണ്ട പ്രഗത്ഭനായ ആലിം മഅറൂഫുൽ ഖർഖി തങ്ങളെ കുറിച്ച് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചുപോയി. ചില ശിഷ്യന്മാർ ഇൽമ് അത് എൻ്റെ ഉസ്താദ്, എൻ്റെ ഗുരുനാഥൻ, അതിനപ്പുറം ലോകത്ത് ആർക്കും ഇൽമില്ലെന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുണ്ട് ചിലര്. ത്വരീഖത്തിന്റെ മശായിഖന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ആലിമീങ്ങൾ പറയുന്ന വിഷയങ്ങളുണ്ട്. മഹാനായ സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹ്തസിബുൽ ഔലിയാഇ വൽ ഉലമാ, അള്ളാഹുവിൻ്റെ ആലിമീങ്ങളെയും ഔലിയാക്കന്മാരെയും തിരുത്താൻ കഴിവുള്ള മഹാനായിരുന്നു മഹാനായ സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. സൂഫിയാക്കന്മാരെ ഔലിയാക്കന്മാരെ തിരുത്തുന്ന ആളുകൾ ഫുഖഹാക്കളെ തിരുത്താറില്ല. ഫുഖഹാക്കളെ തിരുത്തുന്നവർക്ക് സൂഫിയാക്കളെ തിരുത്താനും കഴിയാറില്ല. എന്നാൽ മുഹ്തസിബുൽ ഔലിയാഇ വൽ ഫുഖഹാ, ഫുഖഹാക്കളെയും സൂഫിവര്യന്മാരെയും തിരുത്താൻ കഴിയുന്ന മഹാനായ ഷെയ്ഖ് അഹ്മദുർ സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ 2 ഗുണഗണങ്ങളും ഇൽമിന്റെ 2 സാഗരങ്ങളും കൈയടക്കി വെച്ച പ്രഗത്ഭനായ പണ്ഡിതൻ പറയുകയാണ്, ത്വരീഖത്ത് നല്ലതു തന്നെ, അത് വേണ്ടതു തന്നെ. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം, അവനവൻ്റെ ഷെയ്ഖാണ് ലോകത്തെ കുത്തുബുൽ അഖ്താബ് എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങും. എൻ്റെ ഷെയ്ഖിനപ്പുറം ഒരു ഷെയ്ഖില്ലെന്ന് പറയാൻ തുടങ്ങും. എൻ്റെ ഉസ്താദല്ലാതെ മറ്റൊരാൾക്കും തഖ്വയില്ലെന്ന് പറയാൻ തുടങ്ങും. ആ ഒരു തതറുഫ് തസൗഫിന്റെ മാർഗത്തിൽ ത്വരീഖത്തിൽ പ്രവേശിക്കുന്നവർക്ക് വരുന്ന അപകടമാണ്. അത് സംഭവിക്കാതെ സൂക്ഷിക്കണമെന്ന് മഹാനായ ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാന്റെ യോഗ്യതയുള്ള പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ അധികം കഴിഞ്ഞു പോയിട്ടില്ല. അതൊരു വിനയാണ്, നമ്മൾ അറിയണം. മഹാനായ അബൂ ഹനീഫ തങ്ങളോട് ശിഷ്യന്മാർ പറയുന്നു, ഉസ്താദെ എന്തിനാ മഅറൂഫുൽ ഖർഖിയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഖലീലുൽ ഇൽമി, അദ്ദേഹം വിജ്ഞാനം വളരെ കുറവുള്ള ആളല്ലേ, നിങ്ങൾ വലിയ കിതാബിയല്ലേ? അങ്ങനെ പറയാ, കിതാബിയാണ്. എന്താ ഇതിനർത്ഥം? എന്താണ് കിതാബ്? ഇതിൽ നഹ്വും സർഫും ബലാഗയും മആനിയും വെച്ച് അർത്ഥം വെക്കലോ? എന്താണ് കർമ്മശാസ്ത്രം? എന്താണ് ഇൽമ്? മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് നിങ്ങളത്ര പോലും ഇൽമില്ലാത്ത ഒരു മഹാനെ നിങ്ങൾ ഇത്ര പുകഴ്ത്തേണ്ടതുണ്ടോ, നിങ്ങൾ ഇത്ര കാര്യമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു 100 ഹദീസ് പോലും ഒരു പക്ഷേ സനദ് സഹിതം മനപ്പാടമില്ലാതിരുന്ന മഅറൂഫ് തങ്ങളെക്കുറിച്ച് ലോക പണ്ഡിതൻ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞത്, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഹാനായ മഅറൂഫുൽ ഖർഖിക്ക് കിട്ടിയതല്ലാതെ ഇൽമു കൊണ്ട് പിന്നെ എന്താ നമുക്ക് കിട്ടേണ്ടത്? ഒരു ഇൽമു കൊണ്ട് കിട്ടേണ്ടത്, ഒരു ആലിമിന് കിട്ടേണ്ടത് മഅറൂഫുൽ ഖർഖിയുടെ തഖ്വയല്ലേ? നമ്മൾ പറയും മഹാനായ അത്തിപ്പന്റെ ഉസ്താദ്. ചില ത്വരീഖത്തിന്റെ ആളുകൾ മഹാനെ പറ്റി പറയും അത് തബറുക്കിന്റെ ഷെയ്ഖാണെന്ന്. നിങ്ങൾക്കറിയുമോ ആരാണ് തർബിയത്തിന്റെ ഷെയ്ഖെന്ന്? ആരാ തർബിയത്തിന്റെ ഷെയ്ഖെന്ന്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി കണ്ട് മനസ്സിലാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ആ മഹാനുഭാവന്റെ കൂടെ നിന്നത് കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടല്ല, ആ മഹാന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി കണ്ടുകൊണ്ടാണ്. ഒരുപക്ഷെ
വലിയ വലിയ കിതാബുകൾ ഓതുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർ ആ മഹാൻ ഉണ്ടായില്ലായിരുന്നു. പക്ഷേ വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്, മഹാനായ മഅറൂഫുൽ ഖർഖിക്കും മഹാന്മാരായ തസവുഫിന്റെ ആലിമീങ്ങൾക്കും ഹൃദയശുദ്ധിയും അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്? അതല്ലേ ജമ്മുൽ ജവാമി ഓതിയാൽ കിട്ടേണ്ടത്? അതല്ലേ തുഹ്ഫയും ഫതുഹുൽ മുഈനും ഓതിയാൽ കിട്ടേണ്ടത്? അത് കിട്ടാതെ നമ്മൾ കുറെ മസ്അലകളുടെ ഹലാലും ഹറാമും പഠിച്ചു വെച്ചിട്ട് മാത്രം എന്തു കാര്യമെന്നോർക്കണം. അവിടെയാണ് മഹാനായ ഇമാമുൽ അഅ്ളം എന്ന് ലോകത്തറിയപ്പെടുന്ന അൽ ഇമാമുൽ അഅ്ളം എന്ന് മുത്ലഖൻ പറഞ്ഞാൽ അത് അബൂ ഹനീഫ തങ്ങളാണ്. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഒരു രാത്രി നിസ്കരിച്ച നിസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. സൂറത്തുൽ ഖമറിലെ ആയത്താണത്. ഒരു രാത്രിയിൽ മഹാനവറുകളുടെ തഹജ്ജുദ് നിസ്കാരമായിരുന്നുവത്. ഫിഖ്ഹോടുകൂടെ ഇബാദത്ത് വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൽമിന്റെ കൂടെ ഇബാദത്ത് ധാരാളം വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പറയാൻ യോഗ്യനായതുകൊണ്ടല്ല, പക്ഷേ ഇതൊരു ഇൽമാണ്. ഇത് പറഞ്ഞു തരുമ്പോൾ എത്രയോ കേൾക്കുന്ന ആളുകൾ പറയുന്ന ആളിനേക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ടാകുമല്ലോ. അത് ഹബീബ് പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബലിസ്സാഅതു മൗഇദുഹും, ഖിയാമത്ത് നാളിലേക്ക് ഞാൻ അവരെ കാത്തുവെച്ചിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു വസ്സാഅതു അദ്ഹാ വഅമർ, പരലോകത്തിന്റെ വിഷയം കൈപ്പേറിയതാണ് നബിയെ, അത് ഭയാനകമാണ് നബിയെ. ഞാൻ അവരെ പരലോകത്ത് വെച്ച് കാണുന്നുണ്ട് എന്ന് ഈ ഭൂമിയിൽ ദുൽമും നായാട്ടും നടത്തുന്ന ആളുകളെ, നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്നവരെ ഈ ദുന്യാവിലെ കോടതിയിൽ നീതി വാങ്ങിക്കാൻ കഴിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൊന്ന കൊലയാളിക്ക് ഒരു വധശിക്ഷയെ ലോകത്ത് നടത്താൻ കഴിയൂ. ന്യൂസിലാൻഡിലെ ആ പള്ളിയിൽ, ക്രൈസ്റ്റ് ചർച്ചിലെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തിരുന്ന ജുമുഅക്ക് വന്ന മുത്തഖീങ്ങളായ മനുഷ്യരെ വെടിവെച്ചു കൊന്നവനെ ഈ ലോകത്ത് ശിക്ഷ കടക്കാൻ പറ്റുമെങ്കിൽ 50 ആളെ കൊന്നതിന് പകരം അയാളുടെ ഒരു ജീവനെ എടുക്കാൻ പറ്റൂ. എന്നാൽ 49 കിടക്കുന്ന ജീവന് പകരമതായോ ആ 50 തവണ തൂക്കിലേറ്റാനും വെടിവെച്ചു കൊല്ലാനുമുള്ള ശിക്ഷ അത് അല്ലാഹുവിന്റെ കോടതിയിലാണ് നടക്കുന്നത്. കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഹിറ്റ്ലറിനോ അതുപോലെയുള്ള മുസോളിനിക്കോ ഭീകരന്മാർക്കോ ഈ ലോകത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബലിസ്സാഅതു മൗഇദുഹും, മുസ്ലിമീങ്ങൾക്ക് അതിൽ പരാതിയില്ല. ഈ ഉമ്മത്തിനോട് നരനായാട്ട് ചെയ്ത ആളുകൾക്ക്, ഈ ഉമ്മത്തിന്റെ മക്കളെ തല്ലിക്കൊന്ന ആളുകൾക്ക് നമുക്കിവിടെ നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബലിസ്സാഅതു മൗഇദുഹും, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ വരാനിരിക്കുന്നവരാണ്. നമ്മൾ ആലോചിക്കേണ്ടേ, അള്ളാഹുവിന്റെ ഈ ഭൂമി, മനുഷ്യര് താമസിക്കുന്ന നമ്മുടെ ഭാരതം, ഇവിടെ മുസ്ലിമീങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും നാട് വിട്ടു പോകണമെന്ന് പറയുമ്പോൾ ഒരാഗ്രഹം തോന്നാറുണ്ട്, പടച്ചവനെ ഞങ്ങളൊക്കെ നാട് വിട്ടുപോയാൽ ഇവരിവിടെ 1000 കൊല്ലം ജീവിക്കുമെങ്കിൽ മാറിക്കൊടുക്കാമായിരുന്നു. 60 കഴിഞ്ഞാൽ ഇവരും മരിക്കാൻ പോകുന്നവരല്ലേ, 70 കഴിഞ്ഞാൽ ഇവരും മണ്ണായി പോകാനിരിക്കുന്നവരാ. ആർക്ക് വേണ്ടിയായി മണ്ണ് പിടിച്ചു വെക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ കോളിളക്കം? ആർക്ക് വേണ്ടിയാണ് ഈ ആർപ്പുവിളികള്? ഞങ്ങൾ മാത്രം മതി, ഇവിടെ ബാക്കിയുള്ളവർ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ചിരഞ്ജീവികളായി ജീവിക്കാൻ പോകുന്നവരാണോ? നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയമല്ലേ ഈ ഭൂമിയിലുള്ളൂ. മനുഷ്യന്റെ ആയുസ് 60-നും 70-നും ഇടയിൽ. അത് കഴിഞ്ഞപ്പുറം കടക്കുന്നവർ വളരെ തുച്ഛമല്ലേ ഉള്ളൂ. ആ ഒരു തുച്ഛ ജീവിതത്തിന് വേണ്ടിയാണോ മനുഷ്യ മക്കളുടെ മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞു പോകുന്നത്? ബലിസ്സാഅതു മൗഇദുഹും, ഈ ഉമ്മത്തിന്റെ നിരപരാധികളെ തല്ലിക്കൊന്നവരോട് മുഅ്മിനിന്റെ മനസ്സ് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ബലിസ്സാഅ, അള്ളാഹുവിന്റെ കോടതി കാത്തിരിക്കുകയാണ്. മനുഷ്യ കോടതിയിൽ സാധ്യമായ മനുഷ്യന് കളിക്കാവുന്ന കളി കളിക്കാം, പക്ഷേ അവിടെ അള്ളാഹുവിന്റെ മലക്കുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ വക്കീലന്മാർ അള്ളാഹുവിന്റെ മാലാഖമാരാണ്. അവിടുത്തെ ജഡ്ജ് അഹ്കമുൽ ഹാക്കിമീനായ മലിക്കുൽ മുലൂഖായ രാജാതിരാജനായ അള്ളാഹുവാണ്. ആ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. 100 ആളെ കൊന്നവനെയും 1 ആളെ കൊന്നവനെയും ഒരു തവണ ശിക്ഷിക്കാനേ ഇവിടെ കഴിയുമെങ്കിൽ അള്ളാന്റെ കോടതിയിൽ 100 ആളെ കൊന്നവനെ 100 തവണ തൂക്കിലേറ്റാൻ അള്ളാഹുവിന്റെ കോടതിക്ക് കഴിയും. ബലിസ്സാഅതു മൗഇദുഹും, അതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിന്റെ മനസ്സിനുള്ളിൽ കിടക്കുന്ന പ്രാർത്ഥന അതാണ്. ഞങ്ങൾ ഇവിടെ കണ്ടുപോകുന്നവരല്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം.
മരിച്ചു മണ്ണായി പോയാൽ അതിൻ്റെ ഉള്ളിലൊരു ജീവനുണ്ട്, അവിടെ ഒരു ജീവിതമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു മഹ്ശറയുണ്ട്. നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, തിന്മ ചെയ്തവർക്ക് നരകത്തിൻ്റെ കത്തിയാളുന്ന അള്ളാന്റെ ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഓതിവെച്ച ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ ആബിദായ ഫഖീഹായ മഹാൻ ഒരു തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതിയ ആയത്താണ് ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. നബിയേ, അങ്ങയെ ഉപദ്രവിക്കുന്നവരെ, അങ്ങയെ വേദനിപ്പിക്കുന്നവരെ അവരോട് പറയണേ, പരലോകം കാത്തിരിക്കുകയാണ്, പരലോകം കൈപ്പേറിയതാണ്, പരലോകം ഭയാനകമാണ്. അല്ലാഹുവേ, खुदा के रूबरू जिस दिन क़यामत का वफा होगा, उसी दिन बाप बेटे का न बेटा बाप का होगा, न भाई भाई का होगा, न हमशीरा बरादर की, न बीवी अपने शौहर की. वो ऐसा वक़्त होगा ഭായ് ഭായ് സേ ജുദാ ഹോഗാ. ആ നേരത്ത് ഓരോരുത്തരും പരസ്പരം ഓടിമറയുമ്പോൾ അല്ലാഹുവേ, നിന്റെ കരുണയുടെ കടാക്ഷത്തിലായി നിനക്ക് വേണ്ടി ഭൂമിയിൽ ചെയ്ത സുജൂദിന്റെ നിസ്കാരത്തിന്റെ മധുരത്തിന്റെ ബലത്തിലെങ്കിലും നാളെ മഹ്ശറായിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഭീകരമായ അദ്ഹാവ അമറായ ആ സാഅത്തിന്റെ അന്ത്യനാളിന്റെ വിപത്തുകളിൽ നിന്ന് അല്ലാഹുവേ സർവ്വ വിശ്വാസി ജനങ്ങൾക്കും മോചനം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മിനിറ്റ് ഏറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അർഹമർ റഹീമാനായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായവനെ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, മാപ്പാക്കണേ റബ്ബേ. ഈ പരിപാടിക്ക് സഹായിച്ച ലക്ഷങ്ങളും ആയിരങ്ങളും ചെറുതും വലുതുമായി സംഭാവന നൽകിയ ആളുകൾ അല്ലാഹുവേ, നീ അവർക്ക് നീ സഹായം നൽകണേ റബ്ബേ. അവരുടെ മനസ്സിനുള്ളിലേക്ക് ഈ സ്ഥാപനത്തെ സഹായിക്കാനുള്ള ഒരു നിയ്യത്ത് തോന്നിപ്പിച്ച പോലെ എല്ലാ നന്മകൾക്കും അല്ലാഹുവേ അവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മോതിരവും അതുപോലെ തന്നെ വളയും കമ്മലും സ്വർണ്ണപ്പൊട്ടുമൊക്കെയായി ചെറുതും വലുതുമായി വളരെ വളരെ ചെറുതും വലുതുമൊക്കെയായി വിവിധങ്ങളായ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ദുആ ഇറക്കാൻ പറഞ്ഞ സഹോദരിമാർ 50,000 മറ്റൊരു സഹോദരി മോതിരവും അതുപോലെ തന്നെ മറ്റു നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും നമ്മുടെ SKSFന്റെ വിഖായ വളണ്ടിയർമാർ, ഈ പന്തലിട്ട് തന്ന കുഞ്ഞുമോൻ സാഹിബ്, ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന ഷമീർ സാഹിബ് തുടങ്ങിയുള്ള ഒരുപാട് ആളുകൾ അല്ലാഹുവേ 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 അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇവിടെ പഠിച്ചിറങ്ങുന്ന വഫിയ മക്കൾക്ക് അല്ലാഹുവേ സന്തുഷ്ടമായ ജീവിതം നൽകണേ തമ്പുരാനെ. ഒരു വഫിയ വിദ്യാർത്ഥിനിയെ കാണാതായി എന്നൊരു വിവരം ഇവിടെ ഉണ്ട്. അല്ലാഹുവേ, ആ കുട്ടിയുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീ തിരിച്ചെത്തിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമേ, ആ കുഞ്ഞിനെ നീ തിരിച്ചെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ നിർഭയത്വത്തോടുകൂടെ ഒരു വിഷമവുമില്ലാതെ നീ എത്തിക്കണേ റഹ്മാനെ. മനസ്സുരുകി പ്രാർത്ഥിക്കാനും മനസ്സുരുകി വേദനിച്ചുകൊണ്ട് കഴിയുന്ന ആ കുടുംബത്തിൻ്റെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു റബ്ബേ. ആ കുട്ടിയെ തിരിച്ചെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഒരുപാട് വഫിയമാർ, വാഫി ഉസ്താദുമാർ, വഫിയകളായ പണ്ഡിതകൾ ഈ ഉമ്മത്തിനെ സമർപ്പിക്കാൻ ഈ സംരംഭത്തിന് മുന്നിൽ നിൽക്കുന്ന മഹാനായ ആദർശേരി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ആദർശേരി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി ഉസ്താദ് അവറുകൾ, അർഹമർ റഹീമായ റബ്ബേ, ആ മഹാനുഭാവന് അതവരുടെ കൂടെ ഈ പരിപാടിയോടൊപ്പം കൂടെ നിന്ന് സഹായിക്കുന്നവർ, ഇതിൻ്റെ PG ക്യാമ്പസിന് വേണ്ടി ഏക്കറക്കണക്കിന് സ്ഥലം കൊടുത്ത ബാപ്പു ഹാജി അടക്കമുള്ള ആളുകൾ, റഹ്മാൻ റഹീമേ, നിൻ്റെ ദീനിന് വേണ്ടി ഒരു തുണ്ട് സഹായം ചെയ്തവരടക്കം നാളെ മിസ്ഖാലു ദർറകൾക്ക്, അണുമണി തൂക്കങ്ങൾക്ക് കൂലി കൊടുക്കുന്നവനെ, അതെല്ലാം വലിയ കൂലികളായി നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ പഠിച്ച
ഞങ്ങളുടെ സ്റ്റേറ്റിലും പുറം സ്റ്റേറ്റുകളിലുമുള്ള എത്രയോ ദീനീ സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, ഒരുപാട് അറബി കോളേജുകൾ, അല്ലാഹുവേ 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 അവിടങ്ങളിൽ പഠിക്കാൻ നാട്ടുകാർ ചെയ്ത സഹായമാണ്. കൂലിപ്പണിക്കാരും ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരും അവരെ കൊണ്ടാണ് പണ്ഡിതന്മാർ പഠിച്ചു വളർന്നത്. അല്ലാഹുവേ അവരാണ് ഭക്ഷണം നൽകിയത്, അവരാണ് സഹായം നൽകിയത്, വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത്. തമ്പുരാനെ എല്ലാവർക്കും ദീനിനെ സഹായിച്ചവരായ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അർഹമർറാഹിമായ റബ്ബേ, അല്ലാഹുവേ ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് 80,000 രൂപ സംഭാവന ചെയ്തത് മരിച്ചുപോയ ഉമ്മാക്കും അപ്പാക്കും വേണ്ടി, അവരുടെ ഉമ്മാക്കും അപ്പാക്കും അത് വേണ്ടിയാണ്. കാലുവേദന മാറിക്കിട്ടാൻ വേണ്ടി 3000 വേറെ ഒരാൾ. അല്ലാഹുവേ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ആ സ്വതക്കയെ എത്തിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റഹ്മാനെ, അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ചേരനല്ലൂർ സ്വദേശി അബ്ദുൽ കരീം മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി 50,000 രൂപ. അല്ലാഹുവേ ആ ഉപ്പാനോട് ചെയ്യുന്ന ബിറാണ് റബ്ബേ, അത് ആ ഉപ്പയുടെ ഖബറിലേക്ക് അത് എത്തിക്കണേ റഹ്മാനെ. വാപ്പാക്ക് ഉമ്മാക്ക് ഗുണം ചെയ്ത മക്കളിൽ ആ സഹോദരനെ നീ ചേർത്തണേ റഹ്മാനെ. അത് നാളെ പരലോകത്തെ അർശിൻ്റെ തണൽ കിട്ടുന്ന കാരണമാക്കണേ റഹ്മാനെ. കൊമ്പാറ സ്വദേശി റഷീദ് സാഹിബ് 50,000 രോഗിയായ ഉമ്മാക്ക് ദുആയിരക്കാനാണ് ശിഫ കിട്ടാൻ. ആ ഉമ്മാക്ക് ഈ മകൻ്റെ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അത്ഭുതകരമായ ശിഫ നൽകണേ റബ്ബേ, അത്ഭുതകരമായ ശിഫ നൽകണേ റബ്ബേ. ചെറുതും വലുതുമായ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ചെറുതും വലുതുമായ സുഖങ്ങളുണ്ട്, മാരക അസുഖങ്ങൾ വന്നവരുണ്ട്. അല്ലാഹുവേ കാവൽ നൽകണേ റഹ്മാനെ, കാവൽ നൽകണേ റബ്ബേ. ശരീരം തളർന്നു പോകുന്ന ഒരുപാട് ചെലവേറിയ ചികിത്സ വേണ്ടി വരുന്ന ആളുകൾ കണ്ടാൽ വെറുത്തു പോകുന്ന, വേദന സഹിക്കാൻ കഴിയാത്ത, കീറി മുറിക്കപ്പെടുന്ന അസുഖങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അവരിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സലാമത്തും രോഗങ്ങൾക്ക് ശിഫയും നൽകണേ തമ്പുരാനേ. കാരുണ്യവാനേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയ നൽകണേ റബ്ബേ. മക്കളെ പറ്റി പറയുമ്പോൾ മക്കളില്ലാത്ത ദമ്പതികളുടെ മനസ്സ് കേടുകയാണ്. ഞങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവരെ ഒരു വാഫിയോ ഒരു ഫൈലിയോ ഒരു ഹുദവിയോ ഏതെങ്കിലും ഒരു ഹാഫിളോ ഖുർആനിൻ്റെ ആലിമോ ഒരു പണ്ഡിതനാക്കാമായിരുന്നല്ലോ എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ. അല്ലാഹുവേ അവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ നൽകണേ റഹ്മാനെ. മനസ്സിൻ്റെ കൊതിയും ആശയും ആഗ്രഹങ്ങളും അറിയുന്നവനെ റഹ്മാൻ റബ്ബേ. ദുആയിരക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ എല്ലാം ഓരോന്ന് നിന്നെ അറിയുന്നവനാണ് തമ്പുരാനെ. ഒരു സഹോദരി ഒരു മോതിരം കോളേജ് സെക്രട്ടറി പരീക്കുഞ്ഞ് സാഹിബ് അവരുടെ ദുആയിരക്കാൻ വേണ്ടി അല്ലാഹുവേ ആ മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. വേറൊരു സഹോദരി ഇവിടെ ഒരു മോതിരം തന്നിട്ടുണ്ട്. ഐസിയുവിൽ കിടക്കുന്ന 1 മാസം പ്രായമായ ഒരു കുഞ്ഞിന് വേണ്ടി ദുആയിരക്കാൻ വസിയത്തുണ്ട്. അല്ലാഹുവേ ആ മക്കൾക്ക് ആ കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് നൽകണേ റബ്ബേ. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് വിഷമങ്ങളൊന്നുമില്ലാതെ കൺകുളിർമയുള്ള അല്ലാഹുവേ ഒരു കേടുപാടുകളുമില്ലാത്ത നല്ല മക്കളെ നീ ഓശാരമായി നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഈ പരിപാടി ലൈവ് വീക്ഷിച്ച ആളുകൾ അല്ലാഹുവേ ഈ പരിപാടി നടത്താനുള്ള സ്ഥലം അനുവദിച്ചു തന്നവർ റഹ്മാനിമായ തമ്പുരാനെ. ജമാൽ എന്ന് പറഞ്ഞ സഹോദരൻ അല്ലാഹുവേ ഈ ട്രസ്റ്റ് അംഗങ്ങളായ 9 പേര് കൂട്ടത്തിൽ അബ്ദുറഹിമാൻ ചേരാനല്ലൂർ. അല്ലാഹുവേ ഇതുപോലെ ഇവിടെ ദുആയിരക്കാൻ പ്രത്യേകമായി ഞങ്ങൾ കരുതുന്നവരുമല്ലാത്തവരും എല്ലാവരുടെയും ദുന്യവിയും ഉഖറവിയുമായ വിജയം നീ നൽകണേ റഹ്മാനെ. ഷാഹിർ മാട്ടൂൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഞങ്ങളുടെ സുഹൃത്ത് റഷാദിൻ്റെ സുഹൃത്താണ്. അല്ലാഹുവേ ആ ഷാഹിറിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ വാദുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലാഹു അക്ബർ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അള്ളാഹു അവർ ഓരോരുത്തരും റമദാനിൽ നോമ്പ് തുറക്കാനുള്ള സഹായമായി ലക്ഷക്കണക്കിന് രൂപയാണ് സ്വരൂപിച്ച് പലരുടെയും വാഗ്ദത്തമായിട്ട് അള്ളാഹുവേ ആ അല്ലാഹു അക്ബർ ഗ്രൂപ്പിലൂടെ സംഭാവന ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും അർഹമായ കൂലി നൽകണേ തമ്പുരാനെ. അതിൻ്റെ അഡ്മിന്മാർ അതിന് പരിശ്രമിച്ചവർക്ക് കൂലി നൽകണേ തമ്പുരാനെ. അതിൽപ്പെട്ട ബഷീർ എന്നാൾ സുഖമില്ലാതെ വിഷമത്തിലാണ്, നീ ശിഫ നൽകണേ തമ്പുരാനെ. വയറിന് അസുഖമായി പ്രയാസപ്പെടുന്ന ഒരു സഹോദരി പല തവണയായി ലൈവിൽ വന്ന് ദുആയിരക്കാൻ വസീയത്ത് ചെയ്യുന്നു. അല്ലാഹുവേ
ആ സഹോദരിക്ക് നീ അത്ഭുതകരമായി ശിഫ നൽകണേ റഹ്മാനെ, അത്ഭുതകരമായി ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ പരിപൂർണ്ണ ശമനം നൽകണേ തമ്പുരാനെ. അങ്ങനെ ആരെല്ലാം ദുആ